അച്ഛനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറയാം ഹല്ലേലൂയ. ഈശോയെ നോക്കി ചിരിച്ചിട്ട് പറയാം ഹല്ലേലൂയ. ഇന്ന് നമ്മളോടുകൂടെ ശുശ്രൂഷയിൽ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള 34 പേര് നമ്മുടെ കൂടെ ഇന്ന് പ്രാർത്ഥനയ്ക്ക് ഒരുമിച്ചുണ്ട്. അവരെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് അവര് 34 പേരും ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകരാണ്. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബൈബിൾ കൺവെൻഷനായ ദൈവശബ്ദം ബൈബിൾ കൺവെൻഷന് നേതൃത്വം കൊടുക്കുന്ന സഹോദരരാണ്. സ്നേഹപൂർവം ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രൂപാന്തരീകരണമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രൂപാന്തരീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് നമുക്ക് ഒരു മാറ്റം സംഭവിക്കുകയാണ്. നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ എന്താണെന്ന് നമുക്ക് ഏകദേശ ധാരണയുണ്ട്, അല്ലേ? നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ എന്താണ്? അതാണ് ആയിരിക്കേണ്ട അവസ്ഥ. ഏതാണ്? ഈശോയെ പോലെ. അതായത് ഈശോയുടെ ഒരു ഘട്ടത്തിൽ ഇപ്പോ ഈശോ ദിവ്യകാരുണ്യത്തിൽ ഈശോ ഉണ്ട്. ഈശോയുടെ ഒരു പുനരുദ്ധാനത്തിന് ശേഷം ഈശോയ്ക്ക് എന്ത് സംഭവിച്ചു? പുനരുദ്ധാനത്തിന് ശേഷം ഈശോ സ്വർഗാരോഹണം ചെയ്തു. എവിടെ ഇരിക്കുന്നു? പിതാവിന്റെ വലതുഭാഗത്ത്, അല്ലെങ്കിൽ പിതാവിന്റെ മടിത്തട്ടിൽ ഇരിക്കുകയാണ്. നമ്മളെല്ലാവരും ആയിരിക്കേണ്ട അവസ്ഥ എന്ന് പറയുന്നത് ഏതവസ്ഥയാണ്? പിതാവിന്റെ മടിത്തട്ടിലേക്ക് സംവഹിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും ഒടുവിൽ എന്താ സംഭവിച്ചത്? പിതാവിന്റെ മടിത്തട്ടിലേക്ക് സംവഹിക്കപ്പെട്ടു. ഈശോയ്ക്ക് എന്താ സംഭവിച്ചത്? പിതാവിന്റെ മടിത്തട്ടിലേക്ക് സംവഹിക്കപ്പെട്ടു. നമ്മളൊക്കെ എന്ന് സംവഹിക്കപ്പെടുവാവോ? ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോഴൊന്നും വേണ്ടേ? അയ്യോ അച്ഛ, അതൊന്ന് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. പിതാവിന്റെ മടിത്തട്ടിലേക്ക് സംവഹിക്കപ്പെടണ്ടേ? അച്ഛൻ വീട്ടില് ഒരു പ്രാവശ്യം എന്തോ കാര്യത്തിന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞപ്പോ അമ്മച്ചിയാണോ അപ്പച്ചനാണോ എന്ന് ചോദിച്ചു. എപ്പോഴും ഇവിടെ ഇങ്ങനെ നിന്നാ മതിയോ? മുകളിലേക്ക് പോകണ്ടേ? ആര് ചോദിക്കാണ്? അമ്മച്ചി അപ്പച്ചനോട് ചോദിക്കാണ്, എപ്പോഴും ഇവിടെ തന്നെ നിന്നാ മതിയോ, മുകളിലേക്ക് പോകണ്ടേ എന്ന്. നിങ്ങളാണ് ഭർത്താവിനോട് ഈ ചോദ്യം. അയ്യോ, അത് ഓർത്തിട്ട് ചിരിച്ചിട്ട് പറ്റുന്നില്ല. ചിരിക്കാനൊന്നുമില്ല, അടി എപ്പ കിട്ടിയെന്ന് ചോദിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ചോദിക്കുക, ചേട്ടാ ഇങ്ങനെയൊക്കെ ഇവിടെ ജീവിച്ചാ മതിയോ, പോകണ്ടേ? എങ്ങോട്ട്? മുകളിലോട്ട്. ഹല്ലേലൂയ. അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവാണ് നിങ്ങളോട് വന്നിട്ട് ചോദിക്കുന്നത്, എടി ഇന്ന് അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ, ഇവിടെ എങ്ങനെ ജീവിച്ചാ മതിയോ, പിതാവിന്റെ അതാണല്ലോ രൂപാന്തരീകരണം, അല്ലേ? വേണ്ടേ? വേണോ അച്ഛ, പക്ഷെ അത്രയും വേണ്ട. പിതാവിന്റെ മടിത്തട്ടിലേക്ക് നിനക്ക് പോകണ്ടേ എന്ന് ഭർത്താവ് നിങ്ങളോട് ചോദിച്ചാൽ എന്ത് പറയും? ആ, മനസ്സിലായടോ തന്റെ ഉള്ളിലിരിപ്പ്, ഞാൻ ചത്തട്ട് തനിക്ക് വേറെ കെട്ടാനല്ലേ. ഹല്ലേലൂയ. ഉറങ്ങിക്കൊണ്ടിരുന്നവരുടെ ഉറക്കമൊക്കെ പോയി. ഹല്ലേലൂയ. ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്നാലേ ബാക്കി പറയുന്നില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 2017 മുതൽ കഴിഞ്ഞ വ്യാഴാഴ്ച വരെ ഒരു വ്യാഴാഴ്ച പോലും മുടങ്ങാതെ നമ്മളോടുകൂടെ ഈ വചന ശുശ്രൂഷയിൽ അച്ഛന്റെ വലതുവശത്ത് ഇവിടെ എപ്പോഴും ഉണ്ടായിരുന്ന സണ്ണിച്ചേട്ടൻ പിതാവിന്റെ വലതുഭാഗത്ത് ആ മടിയിലിരിക്കുകയാണ് എന്നോർത്ത് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സണ്ണിച്ചേട്ടൻ ഇവിടെ ആകെ മുടങ്ങിയത്
ഏത് വർഷമാണെന്ന് അച്ഛൻ ഓർക്കുന്നില്ല. സണ്ണിച്ചേട്ടന്റെ അമ്മിച്ചി മരിച്ച ആ ഒരു ദിവസം, അതൊരു വ്യാഴാഴ്ച ആയിരുന്നു എന്നാണ് അച്ഛൻ ഓർക്കുന്നത്. എനിവേ, അത് എന്തായാലും ജൂൺ 21 ആയിരുന്നു. ജൂൺ 21 സണ്ണിച്ചേട്ടൻ മരണമടയുന്നത്. ആ ഒരു ദിവസം ഒഴിച്ച് അച്ഛൻ ഇത് വന്നിട്ട് ഇത് 10ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അച്ഛൻ പല വ്യാഴാഴ്ചകളിലും, വർഷത്തിൽ 2-3 വ്യാഴാഴ്ചയെങ്കിലും അച്ഛൻ മുടങ്ങാറുണ്ട്. അച്ഛന്മാരുടെ ധ്യാനത്തിന് പോകുന്നതായിട്ട് ബന്ധപ്പെട്ടും വേറെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളുമായിട്ട്, ഒറീസയിൽ പോകുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സണ്ണിച്ചേട്ടൻ ഒന്നില്ലെങ്കിൽ വ്യാഴാഴ്ച ഇവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ അച്ഛൻ ഒറീസയിലായിരിക്കുന്ന സമയത്ത് വ്യാഴാഴ്ച ദിവസങ്ങളിൽ അച്ഛന്റെ കൂടെ ഉണ്ടാകും. അതായത് 10 വർഷം, ഈ 9 വർഷം എല്ലാ വ്യാഴാഴ്ചയും എല്ലാ ദിവസവും അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്ന, നമ്മുടെ കൂടെ ആവിലയിൽ ഉണ്ടായിരുന്ന സണ്ണിച്ചേട്ടൻ കഴിഞ്ഞ ഞായറാഴ്ച അച്ഛൻ ആളുകളെ കാണാമെന്ന് പറഞ്ഞിട്ടുള്ള ദിവസമായിരുന്നു. ഏകദേശം ഒരു 8:30 മണിയോടുകൂടെ സണ്ണിച്ചേട്ടൻ ഇവിടെ വരികയും അൾത്താരയിലുള്ള വിളക്കൊക്കെ തെളിക്കുകയും ഇവിടെ വെള്ളമൊഴിക്കുകയും, പൂവിന് വെള്ളമൊഴിക്കുകയും ഒക്കെ അച്ഛന് മുറിയിൽ അച്ഛന് കുടിക്കാനുള്ള ഫ്ലാസ്കിലുള്ള വെള്ളം, അച്ഛൻ ആളുകളെ കാണുമ്പോൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്തു വെച്ചതിന് ശേഷം ഇവിടെ അടുത്ത് രാജൻ ചേട്ടൻ എന്ന് പറയുന്ന ഒരു സഹോദരന് വേണ്ടി സണ്ണിച്ചേട്ടന്റെ നേതൃത്വത്തിൽ ഒരു ഭവനം പണിത് കൊടുക്കുന്നുണ്ട്. ആ ഭവന നിർമ്മാണത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോവുകയും അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദേഹാസ്വാസ്ഥ്യമുണ്ടാവുകയും നെഞ്ചുവേദന ഉണ്ടാവുകയും സണ്ണിച്ചേട്ടൻ ആരോടും പറയാതെ ഓട്ടോയും എടുത്ത് ഇവിടെ വരികയും മുറിയിൽ കിടക്കുകയും വർഗീസേട്ടനെ വിളിക്കുകയും ഒട്ടും പറ്റുന്നില്ല എന്ന് പറയുകയും ചെയ്തു. ഉടനെ തന്നെ വർഗീസേട്ടൻ ഓടി മുറിയിലെത്തിയപ്പോഴേക്കും സണ്ണിച്ചേട്ടൻ ഒട്ടും പറ്റാത്ത രീതിയിൽ കിടക്കുകയാണ്. അങ്ങനെ സണ്ണിച്ചേട്ടനെയും വാരിയെടുത്ത് വർഗീസേട്ടൻ ആശുപത്രിയിലേക്ക് പോവുകയും അവിടെ എത്തിയപ്പോഴേക്കും മരണം, അല്ലെങ്കിൽ അച്ഛനറിയാം സണ്ണിച്ചേട്ടന്റെ ആത്മാവ് ആവിലയിൽ നിന്ന് തന്നെ ഈ പുണ്യഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗത്തിലേക്ക് യാത്ര ആയിട്ടുണ്ട്. മരണം സ്ഥിരീകരിക്കുകയും ചൊവ്വാഴ്ച സണ്ണിച്ചേട്ടന്റെ മൃതസംസ്കാര കർമ്മങ്ങൾ നടത്തുകയും ചെയ്തു. എല്ലാം വളരെ ഭംഗിയായി, ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ആ ശുശ്രൂഷകൾ നടത്താൻ കർത്താവ് സണ്ണിച്ചേട്ടന്റെ കുടുംബത്തിനും നമുക്കും കൃപ തന്നു. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. സണ്ണിച്ചേട്ടന്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളി മേഴ്സി ചേച്ചി ഇവിടെ ഇരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മേഴ്സി ചേച്ചി ഇന്ന് ആ വിലയിലേക്ക് വന്നത് ഒരു ചെറിയ പൊതിയുമായിട്ടാണ്. ആ പൊതിയിൽ ഈ അൾത്താരയിൽ ഉപയോഗിക്കുന്ന, നമ്മൾ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന വെള്ളത്തുണികൾ, അത് അഴുക്കാകുന്നതനുസരിച്ച് അത് ഓരോ ദിവസവും മാറ്റേണ്ടത്, 2 ദിവസം കൂടുമ്പോൾ മാറ്റേണ്ടത് ഒക്കെ കൃത്യമായി അത് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും മേഴ്സി ചേച്ചി അത് അലക്കുകയും സണ്ണിച്ചേട്ടൻ അത് തിരിച്ചു കൊണ്ടുവരികയും, അങ്ങനെ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും, ഈ അൾത്താരയിലുള്ള ഈ അൾത്താര വിരി, ഇവിടെ ഉപയോഗിക്കുന്ന തുണികള്, അതുകൂടാതെ അച്ഛൻ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങള്, അച്ഛൻ അനുദിനം ഉപയോഗിക്കുന്ന അച്ഛന്റെ ഡ്രസ്സ്, പാൻസും ഷർട്ടും ഉടുപ്പും ഒക്കെ അടക്കം അത് അഴുക്കായിട്ടുണ്ടോ എന്ന് നോക്കി, അച്ഛൻ പറഞ്ഞിട്ടില്ല. അച്ഛൻ ചില സമയത്ത് സണ്ണിച്ചേട്ടൻ എടുത്തുകൊണ്ട് പോകുന്നതിന് മുമ്പ്, സണ്ണിച്ചേട്ടൻ എടുത്തുകൊണ്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് 1-2 പ്രാവശ്യമൊക്കെ മാറ്റി വെക്കാൻ നോക്കിയിട്ടുണ്ട്. അത് അഴുക്കായിട്ടുണ്ടോ എന്ന് നോക്കി ചില നേരത്ത് സണ്ണിച്ചേട്ടൻ അച്ഛനോട് പറയും, അച്ഛൻ ഈ ഉടുപ്പ് മാറ്റാറായിട്ടോ എന്നിങ്ങോട് പറയുന്ന രീതിയിൽ അത്രമാത്രം കരുതലോടുകൂടെ അച്ഛൻ പറയാറുണ്ട്. ഒരു പിതാവിന്റെ കാർക്കശ്യത്തോടും ഒരു അമ്മയുടെ വാത്സല്യത്തോടും കൂടെ ഈ അൾത്താരയിലുള്ള കാര്യങ്ങളും അച്ഛന്റെ വ്യക്തിപരമായ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നോക്കി നിർവഹിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു സണ്ണിച്ചേട്ടൻ്റെത്. അത് നമുക്കെല്ലാവർക്കും, ആ വിലയിൽ വരുന്ന
സണ്ണിച്ചേട്ടനുമായി ഇടപെട്ടിട്ടുള്ള എല്ലാവർക്കും പരിചയമുള്ള ഒരു കാര്യമാണ്. അതുപോലെ പലപ്പോഴും പലരും അച്ഛന്റെ നമ്പർ ഇപ്പൊ ആരും എടുക്കാറുണ്ടായിരുന്നില്ല. ആളുകൾ ചോദിക്കുന്നത് സണ്ണിച്ചേട്ടന്റെ നമ്പർ തരുമോ എന്നാണ്. കാരണം അച്ഛന്റെ നമ്പർ കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അച്ഛൻ ഉണ്ടോ എന്നറിയാൻ, എവിടെയാണെന്ന് അറിയാൻ ഒക്കെ വിളിക്കുന്നതൊക്കെ സണ്ണിച്ചേട്ടന്റെ ഫോൺ നമ്പർ. അച്ഛന്റെ സഹോദരിമാരടക്കം വിളിക്കുന്നത് സണ്ണിച്ചേട്ടനെയാണ്, അച്ഛന് സുഖമാണോ എന്നറിയാൻ, അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അത്രമാത്രം നമ്മളോട് ആവിലയോട് ചേർന്ന് ജീവിച്ച കടന്നുപോയ ഒരു സഹോദരനാണ്. അതായത് ഒരു കുടുംബജീവിതം നയിച്ചുകൊണ്ട് തന്നെ, ഉത്തരവാദിത്വപൂർണമായ ഒരു കുടുംബജീവിതം നയിച്ചുകൊണ്ട് തന്നെ എപ്രകാരം ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കാം എന്ന് ലോകത്തിന് സന്ദേശം നൽകുന്ന ഒരു ജീവിതമായിരുന്നു സണ്ണിച്ചേട്ടന്റെ ജീവിതം. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഇപ്പൊ അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ചോദ്യമുണ്ടാകും, ഞങ്ങൾക്ക് എപ്രകാരം ഈശോ പറഞ്ഞതനുസരിച്ച് എല്ലാം ഉപേക്ഷിച്ച് എന്നെ അനുഗമിക്കുക എന്ന് ഈശോ പറഞ്ഞതനുസരിച്ച് എപ്രകാരം ഞങ്ങൾക്ക് ദൈവരാജ്യത്തിന് വേണ്ടി ഈശോയോടുകൂടെ ജീവിക്കാൻ കഴിയും എന്നൊരു ചോദ്യം നമുക്ക് നമ്മുടെ മുൻപിലുണ്ട്. കാരണം നമ്മൾ കുടുംബജീവിതം നയിക്കുന്നവരാണ്, കുടുംബജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളുള്ളവരാണ്, കുടുംബജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളുള്ളവരാണ്. അത് നിർവഹിച്ചുകൊണ്ട് തന്നെ എപ്രകാരം നമുക്ക് ഈശോയോടുകൂടെ, ഈശോയ്ക്ക് വേണ്ടി, ഈശോയെ പോലെ ജീവിക്കാം എന്ന് പഠിപ്പിക്കുന്ന ഒരു ജീവിതമാണ്. പഠിപ്പിച്ചുകൊണ്ടാണ്, ഒരു മാതൃക അവശേഷിപ്പിച്ചുകൊണ്ടാണ് സണ്ണിച്ചേട്ടൻ നമ്മളിൽ നിന്ന് കടന്നുപോയിരിക്കുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ ഈശോയേ. പ്രിയപ്പെട്ടവരെ, എന്താണ് സണ്ണിച്ചേട്ടന്റെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് പകർത്തി എഴുതാനുള്ളത്? എന്ത് മാതൃകയാണ് നമുക്ക് പകർത്തി നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി എഴുതാനുള്ളത് എന്ന് ചോദിച്ചാൽ അച്ഛൻ പറയും, എല്ലാ ദിവസവും ദിവ്യബലിയിൽ മുടങ്ങാതെ പങ്കെടുക്കുക. ദിവ്യബലി കഴിഞ്ഞിട്ട് മറ്റെന്തും ഉള്ളൂ എന്ന് ദിവ്യബലിയിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ ദിവ്യബലിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു സഹോദരനാണ്. ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതിന് കാലത്ത് 3 മണിക്ക് എഴുന്നേൽക്കുകയും 4:45 മുമ്പ് ഇവിടെ എത്തുകയും ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കുകയും ചെയ്തതിന് ശേഷം ദിവ്യബലിയൊക്കെ കഴിഞ്ഞ് അച്ഛന് ബ്രേക്ക്ഫാസ്റ്റ് ബെന്നിച്ചേട്ടൻ കൊണ്ടുവന്ന് വെക്കുമ്പോ അത് കഴിക്കാനുള്ള പ്ലേറ്റും സ്പൂണും ഫോർക്കും ആപ്പിള് ചെത്തിയും ഒക്കെ കൃത്യമായി വെച്ച് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ആ പ്ലേറ്റ് കഴുകി വെച്ചതിന് ശേഷമാണ് സണ്ണിച്ചേട്ടൻ തന്റെ അനുദിന ജീവിതത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടിയിരുന്നത്. ഹല്ലേലൂയ. ഈശോ വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യങ്ങളിൽ ഒന്ന് ഇങ്ങനെയാണ്, ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ തിരുമുഖം കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരിൽ നിന്ന് ഒരു കൃപയും അവിടുന്ന് നിഷേധിക്കുകയില്ല. അതുപോലെ നമ്മൾ എത്രയധികം ഈശോയോടുകൂടെ സമയം ചെലവഴിക്കുന്നുവോ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ എത്രയധികം ഈശോയോടുകൂടെ ആരാധനയിൽ സമയം ചെലവഴിക്കുന്നുവോ അത്രയധികമായി നമ്മുടെ അനുദിന ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനുള്ള നമ്മളുടെ കപ്പാസിറ്റി വർദ്ധിക്കും എന്നത് ഈശോയുടെ ഒരു വാഗ്ദാനമാണ്. ഹല്ലേലൂയ. അച്ഛൻ ആവർത്തിച്ച് പറയട്ടെ, നമ്മൾ എത്രമാത്രം ഈശോയോടുകൂടെ ആരാധനയിൽ സമയം ചെലവഴിക്കുന്നുവോ അത്രയധികമായി നമ്മുടെ അനുദിന ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ, പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പഠിക്കുന്ന കാര്യം, അതായത് നിങ്ങളൊരു 3 മണിക്കൂർ പഠിച്ചിട്ട് കിട്ടാത്തത് ഒരു 1/2 മണിക്കൂർ ആരാധന നടത്തിയതിന് ശേഷം പഠിക്കാനിരുന്നാൽ അച്ഛൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി പറയാണ്, നിങ്ങൾക്ക് 1/2 മണിക്കൂർ കൊണ്ട് അത് പഠിക്കാൻ പറ്റും. പിന്നെ 2 മണിക്കൂർ ലാഭമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് സണ്ണിച്ചേട്ടൻ തന്റെ അനുദിന ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഓടിയിരുന്നത് ഈശോയെയും കൊണ്ടാണ്.
ഈശോയുടെ അടുത്ത് ഈശോയ്ക്ക് വേണ്ടി സമയം കൊടുത്ത് ഈശോയിൽ നിന്ന് ശക്തി പ്രാപിച്ച് സ്വർഗത്തിന്റെ ഒരു ശക്തിയോടുകൂടെ നമ്മുടെ അനുദിന ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ നമ്മൾ പോയാൽ, പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ നമ്മുടെ തന്നെ കഴിവ് കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ 10,000 ഇരട്ടി നല്ലതുപോലെ നമുക്കത് ചെയ്യാൻ സാധിക്കും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അങ്ങനെ ചെയ്യാൻ സാധിച്ചു. ഒരു വിജയകരമായ, ഒരു ഉപകാരപ്രദമായ ഒരു ജീവിതമായിരുന്നു സണ്ണിച്ചേട്ടന്റെ ജീവിതമെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ജനാവലിയാണ് അങ്ങാടിക്കടവിൽ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും. തിങ്കളാഴ്ച സണ്ണിച്ചേട്ടന്റെ വീട്ടിലും ചൊവ്വാഴ്ച അമൃത സംസ്കാര കർമ്മത്തിന് അങ്ങാടിക്കടവ് പള്ളി കണ്ടിട്ടില്ലാത്ത വിധം, അത് ഒരു മൃതസംസ്കാരത്തിന്, അത് ഒരു വെള്ളിപ്പെരുന്നാളിന് പോലും കണ്ടിട്ടില്ലാത്ത വിധം അത് അകത്തും പുറത്തും തിങ്ങി നിറഞ്ഞ് ആളുകൾക്കിടമില്ലാത്ത രീതിയിൽ ദേവാലയവും പരിസരവും തിങ്ങി നിറഞ്ഞ് ആളുകൾ ഉണ്ടായിരുന്നത് ഒരു സാക്ഷ്യമാണ്. കാരണം ഈ മനുഷ്യൻ ഈശോയുടെ സാന്നിധ്യവുമായി ഞങ്ങളുടെ ഇടയിൽ, ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നു. അതായത് ആരോടൊക്കെ സണ്ണിച്ചേട്ടൻ ഇടപെടുന്നുവോ അവർക്കൊക്കെ സണ്ണിച്ചേട്ടൻ കുടുംബത്തിലെ ഒരംഗം പോലെയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛന് വ്യക്തിപരമായി പറഞ്ഞാൽ അച്ഛന്റെ വീട്ടിലെ ഒരംഗത്തെ പോലെയായിരുന്നു സണ്ണിച്ചേട്ടൻ. വീട്ടിലെ അവിലയിലെ മാത്രമല്ല, കാരണം വീട്ടിലേക്ക് അച്ഛൻ ഫോൺ വിളിയൊക്കെ കുറവാണ്. അമ്മച്ചിക്ക് സുഖമാണോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചു ചോദിക്കുന്നത് സണ്ണിച്ചേട്ടനാണ്. അപ്പച്ചൻ രോഗാവസ്ഥയിലായിരുന്നപ്പോൾ, പ്രത്യേകിച്ച് ആ ദിവസങ്ങളിൽ അച്ഛൻ ഒറീസയിൽ കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാലത്തും വൈകുന്നേരവും ഒക്കെ ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് സണ്ണിച്ചേട്ടനാണ് വീട്ടിൽ അപ്പച്ചൻ എഴുന്നേൽക്കുന്നുണ്ടോ, നടക്കുന്നുണ്ടോ, ഇപ്പൊ എങ്ങനെയുണ്ട് എന്നൊക്കെ ഓരോ ദിവസവും വിളിച്ച് ചോദിക്കുന്നതും സംസാരിക്കുന്നതും, അച്ഛനോട് ചെറുതായിട്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്ന് ഉള്ള സന്ദേശം തന്നിരുന്നതുമൊക്കെ. മരണത്തിന് ശേഷവും അങ്ങനെ തന്നെയായിരുന്നു. അച്ഛന്റെ വീട്ടിലെ ഒരു അംഗത്തെ വീട്ടിൽ അച്ഛന്റെ കൂടെ വരുമ്പോ സണ്ണിച്ചേട്ടൻ അടുക്കളയിൽ പോയി അമ്മച്ചിയുടെ കൂടെ ഉണ്ടാവും. ഒരു മകനെ പോലെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. മകനെ പോലെ ആയിരുന്നെങ്കിലും അമ്മിച്ചി, 90 വയസ്സുള്ള അമ്മിച്ചി 70 വയസ്സുള്ള സണ്ണിച്ചേട്ടനെ സണ്ണിച്ചേട്ടാന്ന് വിളിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു സണ്ണിച്ചേട്ടൻ. അതുപോലെ സണ്ണിച്ചേട്ടൻ 69 വയസ്സുണ്ട്. പക്ഷെ സണ്ണിച്ചേട്ടനേക്കാളും പ്രായം കുറവുള്ള പലരെയും സണ്ണിച്ചേട്ടൻ ചേട്ടാ എന്നാണ് വിളിക്കാറുള്ളത്. ബെന്നിച്ചേട്ടൻ എന്ന് വിളിക്കും, വർഗീസേട്ടാന്ന് വിളിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരെയും അങ്ങനെ ബഹുമാനിക്കുന്ന, അങ്ങനെ നല്ലൊരു ജീവിതം നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് ഈശോയുടെ തിരുഹൃദയത്തെ കുറിച്ചാണ്. ഈശോയുടെ തിരുഹൃദയത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോ നമ്മൾ പല ഉദാഹരണങ്ങൾ പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് അവസാനിപ്പിച്ച ഉദാഹരണം എന്ന് പറയുന്നത് മാക്സിമിലിയൻ കോൾബയുടെ ഉദാഹരണമാണ്. അപരന് വേണ്ടി തന്റെ ജീവൻ കൊടുത്ത, അപരൻ ജീവിക്കുന്നതിന് വേണ്ടി ഞാൻ മരിച്ചു കൊള്ളാമെന്ന് പറയുന്ന ആ ജീവിതത്തെ ധ്യാനിച്ചുകൊണ്ടാണ് കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മൾ ഈ ശുശ്രൂഷ അവസാനിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ആ വിചിന്തനത്തിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് അച്ഛൻ നിങ്ങൾക്ക് സണ്ണിച്ചേട്ടന്റെ ജീവിതത്തെ വീണ്ടും ഓർമ്മയിൽ കൊണ്ടുവന്നത്. കാരണം ഈശോയുടെ തിരുഹൃദയം പോലെ ലാളിത്യമുള്ള ഒരു ഹൃദയമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിനീതമായ ഏത് ജോലി ചെയ്യുന്നതിനും, അൾത്താരയെ ഒരുക്കുന്നതിന് വേണ്ടി മാത്രമല്ല, അവിടെ നമ്മൾ തിരി കത്തിക്കുന്ന സ്ഥലത്ത് ആ തിരി മുഴുവനും നിറഞ്ഞു കഴിയുമ്പോ അവിടെ നിന്ന് അത് ഒരു കമ്പിയൊക്കെ ഉപയോഗിച്ച് ചില ദിവസങ്ങളിൽ ഒറ്റയ്ക്ക്, ചില ദിവസങ്ങളിൽ ആരെങ്കിലും ഒക്കെ കൂട്ടിനുണ്ടാവും. അങ്ങനെ ആ മെഴുക് മുഴുവനും കൊത്തിയെടുക്കുകയും അത് ചാക്കിലാക്കുകയും അത് അതിന് പിന്നീട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കി അതെല്ലാം കൃത്യമായിട്ട് ചെയ്യുകയും. പ്രിയപ്പെട്ടവർ, ഒരു കാര്യം കൂടെ, സണ്ണിച്ചേട്ടനി ഇവിടെ നടക്കുന്ന ശുശ്രൂഷകള് അല്ലെങ്കിൽ അച്ഛന്റെ കൂടെ വരുന്ന കൺവെൻഷനുകള്, ഇതിലൊന്നും സണ്ണിച്ചേട്ടന്റെ വണ്ടിക്കാശ് പോലും സണ്ണിച്ചേട്ടൻ തന്നെയാണ് എടുത്തിരുന്നത് എന്നുള്ളതാണ്. ഈ ജോലികളെല്ലാം നിങ്ങൾ അറിയണം, ഒരു രൂപ പോലും, ഒരു നാണയം പോലും പ്രതിഫലമില്ലാതെ
കർത്താവിന് വേണ്ടി കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെയുള്ള ശുശ്രൂഷകരെല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞോളൂ, ഇനി ഏതെങ്കിലും കാരണവശാല് ഒറീസയിലൊക്കെ കൺവെൻഷൻ കഴിയുമ്പോൾ ചിലപ്പോ കൺവെൻഷന് നന്ദി പറയുന്ന കൂട്ടത്തില് ഒരു ചെറിയ കവർ തരും. അപ്പൊ അതിൽ 100 രൂപയോ 200 രൂപയോ ഒക്കെ ഉണ്ടാവും. 3 ദിവസത്തെ കൺവെൻഷൻ ഒക്കെ കഴിഞ്ഞ് അവര് നന്ദി പറയുമ്പോൾ ഒരു കവർ, അവരുടെ ഒരു സന്തോഷമായിട്ട് ഒരു ടവലും തരും, കഴുത്തിലിടാൻ ഒരു ടവല് തരും, പിന്നെ ഒരു ചെറിയ കവർ തരും. സണ്ണിച്ചേട്ടൻ അപ്പം തന്നെ ആ ടവല് അടുത്തിരിക്കുന്ന ആളുടെ കഴുത്തിലിട്ട് കൊടുക്കും. അച്ഛനും കിട്ടും, സണ്ണിച്ചേട്ടനും കിട്ടും. ടവല്, രണ്ടുപേർക്കും ടവല് കിട്ടും, കവറും കിട്ടും. കവറും ആരുടെയെങ്കിലും കൈ കൊടുക്കും. അതോടുകൂടി അതൊഴിവായി. കർത്താവിന്റെ ശുശ്രൂഷയിൽ നിന്ന് എനിക്ക് കർത്താവിന് വേണ്ടി അധ്വാനിച്ചതിൽ, ദൈവരാജ്യ ശുശ്രൂഷയിൽ പങ്കുചേർന്നതിൽ എനിക്ക് ഒരു നാണയം എനിക്ക് വേണ്ട എന്ന ഒരു മനോഭാവം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് പ്രതിഫലമൊന്നും ആഗ്രഹിക്കാതിരുന്ന സണ്ണിച്ചേട്ടന് തീർച്ചയായും ഈശോ പറഞ്ഞു, നിങ്ങൾക്ക് പ്രതിഫലം കിട്ടിയിട്ടില്ല, ഈ ഭൂമിയിൽ പ്രതിഫലം കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതിഫലം എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. ഭൂമിയിൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാത്തവർക്ക് സ്വർഗത്തിൽ ദൈവം അത് എത്ര കോടി മടങ്ങായി പ്രതിഫലം നൽകും എന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മളുടെ സന്തോഷത്തിന്റെയും ആശ്വാസത്തിന്റെയും കാരണം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. സണ്ണിച്ചേട്ടന്റെ വളരെ അടുത്ത സുഹൃത്തായ മനോജ് അച്ഛനോട് പറയുകയായിരുന്നു, ധ്യാനപന്തിയിലുള്ള മനോജ് പറയുകയായിരുന്നു, എഴുതാനാണെങ്കിൽ അച്ഛ എത്രയോ പുസ്തകങ്ങൾ എഴുതിയാലും തീരാത്തത്ര ഓർമ്മകൾ സണ്ണിച്ചേട്ടനെ കുറിച്ച് ഉണ്ട്. ഓരോ കുടുംബത്തിനും, സണ്ണിച്ചേട്ടനുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുള്ള ഓരോ കുടുംബത്തിനും മനോഹരമായ ഓർമ്മകൾ പങ്കുവെക്കാനുണ്ട്. ആ ഓർമ്മകൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞതുപോലെ ഓരോ മനുഷ്യന്റെയും ജീവിതം ഒരു സുവിശേഷമാണ്. ഓരോ മനുഷ്യന്റെയും ജീവിതം എന്ന് പറയുന്നത് ദൈവം പറഞ്ഞ ഒരു ഉപമ പോലെയാണ്. ദൈവം പറഞ്ഞ ഒരു ഉപമയാണ് ഓരോ മനുഷ്യന്റെയും ജീവിതം. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എഴുതിയ വചനം പോലെയാണ്, സുവിശേഷമാണ് ഓരോ മനുഷ്യന്റെയും ജീവിതമെന്ന് ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. അതുകൊണ്ട് സണ്ണിച്ചേട്ടന്റെ ജീവിതത്തെ അച്ഛൻ ഇങ്ങനെ സംഗ്രഹിക്കുകയാണ്. ഈശോയോട് കൂടെ ജീവിച്ചു, ഈശോയോടുകൂടെ ജീവിച്ചു. യാത്രകളിൽ അല്ലെങ്കിൽ എവിടെയായിരിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ സണ്ണിച്ചേട്ടൻ അച്ഛൻ എന്തെങ്കിലും പ്രസംഗം ഒരുങ്ങുകയാണെങ്കിൽ, എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സണ്ണിച്ചേട്ടൻ ബൈബിൾ എടുത്ത് ഏതെങ്കിലും ഒരു മൂലയിലൊക്കെ പോയി, ചിലപ്പോൾ ട്രെയിനിലൊക്കെ തന്നെ വാതിലിന്റെ അടുത്ത് പോയിരുന്ന് കുറെ നേരമായി. ഒരു പ്രാവശ്യം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ 2-3 കൊന്തയൊക്കെ ചൊല്ലി, പിന്നെ അച്ഛൻ ബൈബിൾ എടുത്ത് വായിക്കുന്ന സമയത്ത്, പ്രസംഗം ഒരുങ്ങുന്ന സമയത്ത് കുറച്ചു നേരമായിട്ട് സണ്ണിച്ചേട്ടനെ കാണാനില്ല. പോയി നോക്കി കഴിഞ്ഞപ്പോ ട്രെയിനിൽ വാതിലിന്റെ, ഓടുന്ന ട്രെയിനാണ്, വാതിലിന്റെ അടുത്തിരുന്ന് ബൈബിള് വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈശോയോട് കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. രണ്ടാമതായി ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമുള്ളൂ. പൗലോസ് പറഞ്ഞതുപോലെ, ജീവിക്കുന്നെങ്കിൽ അത് ഈശോയ്ക്ക് വേണ്ടി, മരിക്കുന്നെങ്കിൽ അത് ഈശോയ്ക്ക് വേണ്ടി. ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. ഇനി മൂന്നാമതായ ഒരു കാര്യം കൂടെയുണ്ട്. ഈശോയോട് കൂടെയാണ് ജീവിക്കുന്നത്, ഈശോയ്ക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, നീ ഈശോയെ പോലെയാണോ ജീവിക്കുന്നത് എന്നതാണ്. നീ ആരെ പോലെയാണ് ജീവിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ടതാണ്. ഈശോയോട് കൂടെയാണ് ജീവിക്കുന്നത്, ഓക്കെ, ശരി. ഈശോയ്ക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, ശരി, ഫുൾ മാർക്ക്. മൂന്നാമതായി ഏതാണ്? ഈശോയെ പോലെയാണോ ജീവിക്കുന്നത്? ഈ മൂന്നിനും A+ കിട്ടണം, അല്ലേ? 10 വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഫുൾ A+ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? 10നും കിട്ടണം. ഹല്ലേലൂയ. കൊച്ചുങ്ങൾ വന്ന് വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അച്ഛൻ 9 എണ്ണത്തിന് കിട്ടി, 1 എണ്ണത്തിന് പോയി. 10നും A+ കിട്ടണം. ഈശോയോട് കൂടെ ജീവിക്കുന്നതിന് എന്ത് കിട്ടണം?
A+ കിട്ടണം. ഈശോയ്ക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത് എന്ന് നിന്റെ ജീവിതത്തെ അവലോകനം ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? A+ കിട്ടണം. നീ ഈശോയെ പോലെയാണോ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ നീ സംസാരിക്കുന്നത്, നീ കാണുന്നത്, നീ കേൾക്കുന്നത്, നീ മനസ്സിലാക്കുന്നത്, നീ ഇടപെടുന്നത്, നീ അപരന് വേണ്ടി ത്യാഗമെടുക്കുന്നത്, നീ അധ്വാനിക്കുന്നത് ഈശോയെ പോലെയാണോ എന്ന ചോദ്യത്തിലും A+ കിട്ടിയാലേ പ്രിയപ്പെട്ടവരെ നമുക്ക് നിത്യത കിട്ടുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഈശോയെ എന്റെ ഹൃദയത്തെ നിന്റെ ഹൃദയം പോലെ ആക്കി തീർക്കണമേ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയെ. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ടേറ്റ് ചൊല്ലാം, ഈശോയെ എന്റെ ഹൃദയത്തെ നിന്റെ ഹൃദയം പോലെ ആക്കണമേ. അഗാധമായ വിനയവും സൗമ്യതയുമുള്ള ഈശോയെ എന്റെ ഹൃദയത്തെ നിന്റെ ഹൃദയം പോലെയാക്കണമേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയുടെ ഹൃദയത്തെ കുറിച്ച് ആദ്യം ധ്യാനിച്ചത് ഈശോയുടെ ഹൃദയത്തിന് എന്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ്? അഗാധമായ വിനയവും സൗമ്യതയുമുണ്ടായിരുന്നു. അഗാധമായ വിനയം. എത്രമാത്രം താഴാൻ പറ്റുമോ അത്രമാത്രം താഴാനുള്ള ഒരുക്കം. നമ്മൾ പറഞ്ഞു, നമ്മളെല്ലാവരും മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ഞാൻ എത്ര വലിയ ആളാണെന്ന് മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരക്കം പാച്ചിലാണ് മനുഷ്യൻ. ഞാൻ ആരാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടാണ്ടാണ്. ഞാൻ ആരാണെന്ന് ശരിക്കും അറിഞ്ഞാലുണ്ടല്ലോ നീ ഞെട്ടും. അപ്പൊ കേട്ടവൻ പറയും ഞെട്ടിയല്ല, ഞൊട്ടും. എല്ലാവരും മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് ആരാണ് വലുത് എന്ന്. ഈശോ മത്സരിച്ചു കൊണ്ടിരുന്നത് എപ്രകാരം തന്നെ താഴ്ത്താൻ പറ്റും, ചെറുതാക്കാൻ പറ്റും എന്നതിനെ കുറിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ തന്നെ ഇങ്ങനെ വലുതാക്കി നോക്കാൻ പരിശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? പൊട്ടിപ്പോവും. എന്ത് പൊട്ടിയ പോലെ? ഒരു തവളയുടെ കഥ കണ്ടിട്ടില്ലേ? പാണ്ടിലോറി വരികയാ. പാണ്ടിലോറി വന്നു കഴിഞ്ഞപ്പോ തവള വിചാരിച്ചു ഈ ലോറിയെ മറിച്ചിടണമെന്ന് വിചാരിച്ചു. അപ്പോ ലോറിയെ മറിച്ചിടാൻ എന്ത് ചെയ്താൽ മതി? ലോറി കടന്നു പോകുന്ന ആ ടയറിന്റെ അടിയിൽ ഇങ്ങനെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ, ശരിക്ക് വീർപ്പിച്ച് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ലോറി വരുമ്പോൾ എന്റെ മേത്തെ കൂടി കയറുകയും ലോറി മറിഞ്ഞു വീഴുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ ഭയങ്കര ബുദ്ധിയുള്ള ആളുകളുണ്ട്. അങ്ങനെ ചില ആളുകൾ സ്വയം വീർപ്പിച്ച് എവിടെയെങ്കിലൊക്കെ ചെന്ന് നിൽക്കും. അവസാനം നമ്മൾ പറയും പാണ്ടിലോറി കയറി ഇറങ്ങി പോലെയായി. കേട്ടിട്ടില്ലേ? അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈശോ പറയുകയാണ് നമ്മൾ പൊട്ടാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നറിയാവോ? പൊട്ടാതിരിക്കാൻ നിങ്ങൾ ഒരു ബലൂൺ ഒരു കാറ് പോകുമ്പോ കാറിന്റെ അടിയിൽ ഇട്ട് കൊടുത്തോ? വീർപ്പിക്കാത്ത ബലൂൺ പൊട്ടുവോ? ഇല്ല. വീർപ്പിച്ചിട്ടാണ് അത് ഇട്ട് കൊടുക്കുന്നതെങ്കിലോ പൊട്ടും. ഇല്ലേ? വീർപ്പിക്കാത്ത ബലൂണിൽ ഇങ്ങനെ ഇടിച്ചു എന്ന് വിചാരിക്കുക, അത് പൊട്ടുവോ? ഇല്ല. വീർപ്പിച്ച് വെച്ചിരിക്കുന്ന ബലൂണിൽ ചെറുതായിട്ടൊന്ന് ഒരു മുട്ട് സൂചി പറഞ്ഞ് കുത്തിന്ന് വിചാരിച്ചു, എന്തു പറ്റും? അത് പൊട്ടി. അപ്പോൾ മനസ്സിലാകുന്നുണ്ടോ എന്തുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് പൊട്ടുന്നതെന്ന്? ഒരു ചെറിയ കുത്ത് കിട്ടുമ്പോഴേക്കും പൊട്ടുന്നത് എന്തുകൊണ്ടാണ്? വീർപ്പിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. ആർക്കും അങ്ങോട്ട് അതത്ര സൂചിച്ചിട്ടില്ല പറഞ്ഞത്, അല്ലെങ്കിൽ കൈയടിച്ചാനെ വെറുതെ. ഹല്ലേലൂയ. പിന്നെ കൈയടിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പൊട്ടുന്നത് വീർപ്പിക്കാതെ വെച്ച് കഴിഞ്ഞാൽ പൊട്ടില്ല. നമ്മുടെ ഈ അഹങ്കാരത്തിന്റെയും പൊങ്ങച്ചത്തിന്റെയും ഒക്കെ ഒരു ഈഗോ ഇങ്ങനെ വീർപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന സണ്ണിച്ചേട്ടൻ അങ്ങനെ പൊട്ടുന്ന മനുഷ്യരായിരുന്നില്ല.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഏറ്റവും താഴ്ന്നത് സ്വയം ചെറുതാക്കി അഗാധമായ വിനയവും സൗമ്യതയും. പക്ഷെ ചില സമയങ്ങളിൽ അച്ഛൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ചില ആളുകൾ പറഞ്ഞു സൗമ്യൻ ചേട്ടൻ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ്. അച്ഛൻ പറഞ്ഞു എപ്പോഴും ചിരിച്ചുകൊണ്ടൊന്നുമല്ല, ചില നേരത്ത് അത്യാവശ്യം നല്ലപോലെ ദേഷ്യപ്പെടുന്ന അച്ഛൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അത് സണ്ണിച്ചേട്ടൻ എന്തെങ്കിലും കിട്ടാതെ ആയപ്പോഴല്ല ദേഷ്യപ്പെട്ടിരിക്കുന്നത്. നമ്മളൊക്കെ ദേഷ്യപ്പെടുന്നത് എപ്പോഴാണ്? നമുക്ക് എന്തെങ്കിലും കിട്ടുന്നില്ല, നമുക്ക് എന്തെങ്കിലും ലഭിക്കുന്നില്ല എന്ന ഒരു സമയത്ത് നമ്മൾ ദേഷ്യപ്പെടാറുണ്ട്. പക്ഷേ സണ്ണിച്ചേട്ടൻ ദേഷ്യപ്പെട്ടിരിക്കുന്നത്, അച്ഛൻ കണ്ടു ഒരു പ്രാവശ്യം ഒരു കൺവെൻഷൻ, അവിടെ ഒറീസയിലാണെന്നുള്ളൂ, അവിടെ ആ കമ്മിറ്റിക്കാരോട് ദേഷ്യപ്പെടുകയാണ്. അച്ഛനറിയാൻ സണ്ണിച്ചേട്ടൻ പറയുന്ന ഒരു കാര്യവും അവർക്ക് മനസ്സിലാവുന്നില്ല. സണ്ണിച്ചേട്ടൻ മലയാളത്തിലാണ് അവരെ വഴക്ക് പറയുന്നത്. അവരോട് പറയുന്ന വഴക്ക് മനസ്സിലാവുന്ന ഒരേ ഒരു മനുഷ്യൻ അച്ഛനാണ്. നല്ല ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരിങ്ങനെ കണ്ണൊഴിച്ച് അവസാനം അവര് തല കുലുക്കിയിട്ട് അച്ഛൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു, എന്താണ് ചേട്ടൻ പറഞ്ഞത്? ദേഷ്യപ്പെട്ടാണ് പറഞ്ഞതെന്ന് അവർക്ക് മനസ്സിലായി. അച്ഛൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ടെന്ന് പറഞ്ഞു. സണ്ണിച്ചേട്ടൻ പറഞ്ഞത് മുഴുവൻ അച്ഛന് മര്യാദക്ക് വെള്ളം കൊടുത്തിട്ടില്ല. അച്ഛന് പാല് കൊടുക്കേണ്ട സമയത്ത് പാല് കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദേഷ്യപ്പെട്ടത്, അതായത് ശുശ്രൂഷയുമായിട്ട് അല്ലെങ്കിൽ അൾത്താരയിൽ എന്തെങ്കിലും ക്രമീകരണങ്ങൾ തെറ്റിക്കിടക്കുമ്പോ അത് ഈശോ ചട്ടവാറെടുത്തതുപോലെയുള്ള ഒരു ദേഷ്യമായിരുന്നു. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് വേണ്ടി കോപിക്കാൻ ഒരുക്കമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അഗാധമായ വിനയവും സൗമ്യതയും സൂക്ഷിച്ച ഈശോയുടെ തിരുഹൃദയം പോലെ നമ്മുടെ ഹൃദയവും ആയിത്തീരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമതായി നമ്മൾ പറഞ്ഞു, എന്തായിരുന്നു? അതിരറ്റ കരുണയും ദയയും ഉണ്ടായിരുന്ന ഈശോയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് കർത്താവ് കരുണ കാണിക്കുകയാണ്. ഹല്ലേലൂയ. മകന് നഷ്ടപ്പെട്ട നായിനിലെ വിധവയോട് ഈശോ കരുണ കാണിച്ചതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, സ്വന്തം നഷ്ടങ്ങൾ ചിന്തിക്കാതെ അപരനോട് കരുണ കാണിക്കുന്ന സ്നേഹം, നമ്മൾ അപരനോട് കരുണ കാണിക്കുന്നത് എപ്പോഴാണ്? അപരനോട് കരുണ കാണിക്കുന്നത്, അച്ഛന്റെ കയ്യിൽ കുറച്ച് കാശുണ്ട്, അപ്പോ ഒരാൾ വന്ന് പറഞ്ഞു എന്തെങ്കിലും സഹായിക്കണം. ശരി, 50 രൂപ കൊടുത്തു. അച്ഛൻ ഒരു നഷ്ടമില്ല, സ്വന്തം നഷ്ടം സഹിച്ചിട്ടല്ല അപരനോട് കരുണ കാണിച്ചത്. പക്ഷേ ഈശോ അപരനോട് കരുണ കാണിച്ചത് സ്വയം നഷ്ടങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ്. അതുപോലെ തന്നെ സണ്ണിച്ചേട്ടൻ അപരനോട് കരുണ കാണിക്കുന്ന ആളായിരുന്നു. രോഗികളെയും കൊണ്ട് രാത്രി, പാതിരാത്രിയും പകലും രാത്രിയുമെല്ലാം ആശുപത്രിയിലേക്ക് പോകുന്ന ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും ആരെങ്കിലും രോഗിയായി കിടക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചെന്ന് വേണ്ടത് മരുന്നാണെങ്കിൽ മരുന്ന്. കഴിഞ്ഞ ദിവസം അവര് പറയുകയായിരുന്നു, എല്ലാ മാസവും ഒരു 2-3 ലക്ഷം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സണ്ണിച്ചേട്ടന്റെ നേതൃത്വത്തിൽ അവര് ചെയ്യുമായിരുന്നു എന്ന്. ഹല്ലേലൂയ. മരുന്നിനായിട്ട് സ്ഥിരമായിട്ട് മരുന്ന് കൊടുക്കുന്നവരുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്. ഒരു 2-3 ലക്ഷം രൂപയുടെ 3 ലക്ഷത്തോളം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാ മാസവും. ഹല്ലേലൂയ. എല്ലപ്പോഴും അല്ല, വർഷത്തിലല്ല, എല്ലാ മാസവും ചെയ്യുന്നതാണ്. അതിരറ്റ കരുണയും ദയയും. ആളുകളെ, ബന്ധുക്കള് അവര് പറഞ്ഞു, കഴിഞ്ഞ ദിവസം 21-ാം തീയതി അല്ല 20-ാം തീയതി സണ്ണിച്ചേട്ടൻ അമ്മയുടെ ചരമവാർഷികത്തിന് പോയിട്ടുണ്ടായിരുന്നു. സാധാരണ എവിടെയെങ്കിലും പോകുമ്പോ അച്ഛനോട് പറയാറുണ്ട് കുർബാനയ്ക്ക് ഉണ്ടാവില്ലെന്ന്. ശനിയാഴ്ച സണ്ണിച്ചേട്ടൻ കുർബാനയ്ക്ക് ഉണ്ടാവുകയില്ല എന്ന് അച്ഛനോട് പറഞ്ഞില്ല. വർഗീസേട്ടനോട് പറഞ്ഞു ഉണ്ടാവില്ല, നേരത്തെ വന്നോളൂ. ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അച്ഛൻ ചോദിക്കും എവിടെ പോവാണെന്ന് ചോദിക്കും. വയനാട്ടിൽ പോവാണെന്ന് ചോദിക്കും.
ചിലപ്പോ എന്തെങ്കിലും കാരണം എന്താന്ന് ഇപ്പൊ പറയേണ്ടി വരും. അപ്പോ സണ്ണിച്ചേട്ടൻ പറയേണ്ടി വരും, അമ്മയുടെ ചരമവാർഷികം 21-ാം തീയതിയാണ്. അത് 21-ാം തീയതി ഞായറാഴ്ച ആയതുകൊണ്ട് ഈ വർഷം ഞങ്ങൾ 20-ാം തീയതിയാണ് നടത്തുന്നത് എന്ന് പറയും. അപ്പോ അച്ഛൻ ഒരു കാര്യം ചെയ്യും, ഇവിടെ അൾത്താരയിൽ വിളിച്ചു പറയും, സണ്ണിച്ചേട്ടന്റെ അമ്മിച്ചിയുടെ ചരമവാർഷികമാണ്, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയും. പ്രിയപ്പെട്ടവരെ, അത് പറയണ്ട എന്ന് കരുതിയിട്ടാണ് പറയാതെ, ആ കാര്യത്തിന് പോയപ്പോ പറയാതെ പോയത്. അതുപോലെ സ്വന്തം കാര്യങ്ങളൊക്കെ പിറകിലേക്ക് എനിക്കൊരു അവകാശവും വേണ്ട എന്ന് വയ്ക്കുകയും അവരന്റെ എല്ലാ അവകാശങ്ങൾക്കും വേണ്ടി നിലകൊള്ളുകയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അതുപോലും പറയാതെ അമ്മയുടെ ഡെത്ത് ആനിവേഴ്സറിയുടെ കുർബാനയ്ക്ക് പോവുകയാണ് എന്ന് പറയാതെ ആ കുർബാനയ്ക്ക് പോയ സണ്ണിച്ചേട്ടൻ പുറത്തുനിന്ന് വർഗീസ് ചേട്ടന്റെ കയ്യിൽ ഒരു പാക്കറ്റ് പാലേൽപ്പിച്ചിട്ട് പറഞ്ഞു, അച്ഛന് തിളപ്പിച്ചു കൊടുത്താക്കണമെന്ന്. ഹല്ലേലൂയ. അതായത് ഈ ലോകത്തിൽ സാധാരണ മനുഷ്യന്റെ പരിഭവങ്ങള്, പരാതികളൊക്കെ എന്താണ്? എന്നെ കെയർ ചെയ്തില്ല, എന്നെ മനസ്സിലാക്കിയില്ല, എന്നെ അംഗീകരിച്ചില്ല, എന്നെ ബഹുമാനിച്ചില്ല, എന്നോട് ഇങ്ങനെ പറഞ്ഞു, എന്നോട് അങ്ങനെ ചെയ്തു. ഇതൊക്കെയാണ് നമ്മളുടെ ഒരു സാധാരണ മനുഷ്യന്റെ പരിഭവങ്ങളും പരാതികളും, അല്ലേ? നമ്മൾ എപ്പോഴെങ്കിലും അയാൾക്ക് അത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് കണ്ണീരൊലിച്ചിരിക്കാറുണ്ടോ? അയാൾ വന്നാലും അയാൾക്ക് ആ വിഷമം ഉണ്ടായല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ സങ്കടപ്പെടുന്നത് കുറവാണ്. ഇല്ല എന്ന് പറയുന്നില്ല, ഉണ്ടാകാം. പക്ഷേ നമ്മളുടെ പ്രധാനപ്പെട്ട സങ്കടം മുഴുവൻ ആരെ കുറിച്ചാണ്? ഒരാള് പറഞ്ഞു, കവി നിനക്ക് ആരോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അപ്പൊ കവി പറഞ്ഞു, അത് ചോദിക്കാനുണ്ടോ? എന്നോട് തന്നെ അല്ലേ. ചേച്ചിക്ക് ആരോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഒന്നും പറയാനില്ല, എന്നോട് തന്നെ. ഹല്ലേലൂയ. അപ്പൊ കവിയോടുള്ള അടുത്ത ചോദ്യമാണ്, അപ്പോ തന്നോടുള്ള തന്റെ ഇഷ്ടം കഴിഞ്ഞാലോ? അപ്പൊ കവി പറയാണ്, പിന്നെ അത് കഴിയുകയില്ലല്ലോ. നമുക്ക് നമ്മളോടുള്ള ഇഷ്ടം എന്നെങ്കിലും തീരോ? ഇല്ല, അത് തീർന്നിട്ട് വേണ്ടേ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയം അതിരറ്റ കരുണയും ദയയുമുള്ള ഹൃദയമായിരുന്നു. സ്വന്തം നഷ്ടങ്ങളെ കുറിച്ചല്ല ആ ഹൃദയം വിലപിച്ചത്, അവരന്റെ നഷ്ടങ്ങളെ കുറിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമതായി നമ്മൾ പഠിച്ചതാണ് ആത്മപരിത്യാഗത്തിന്റെ ഹൃദയം. ഈശോയുടെ ഹൃദയം എങ്ങനെയായിരുന്നു? ആത്മപരിത്യാഗത്തിന്റെ ഹൃദയമാണ്. സ്വന്തം ജീവൻ ബലിയായി നൽകുന്ന ഹൃദയമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം ജീവൻ ബലിയായി നൽകുന്നത് പോലെ സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കുകയാണ്. ഞാൻ എന്തും സഹിക്കാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എന്ത് ത്യാഗവും എടുക്കാം. വീണ്ടും ഒരു ഉദാഹരണം പറയാം. അച്ഛന് 4 മണിക്കാണ് ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ടതെന്ന് വിചാരിക്കുക. എറണാകുളത്തൊക്കെ കൺവെൻഷന് പോകുമ്പോൾ 4 മണിക്കാണ് ഇവിടെ നിന്ന് ഇറങ്ങാറുള്ളത്. കാരണം 5:10 ജനശതാബ്ദിക്കാണ് അച്ഛൻ പോവാറ്. അപ്പോൾ 4 മണിക്ക് ഇറങ്ങുന്ന ദിവസമാണ്. സണ്ണിച്ചേട്ടനും കൂടെ വരാറുണ്ട് എറണാകുളത്തൊക്കെ, എവിടെയാണെങ്കിലും. അപ്പൊ 4 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. സണ്ണിച്ചേട്ടൻ ഇവിടെ 3 മണിക്ക് വരും. സണ്ണിച്ചേട്ടൻ അച്ഛനോട് പറയും, അച്ഛൻ ഒരു 3:30 കലാം വെച്ചാൽ മതി, വാതിലൊന്ന് തുറന്നിട്ടാ മതി. 3 മണിക്ക് വരും. 3 മണിക്ക് വന്നിട്ട് അച്ഛൻ 3:30 എഴുന്നേൽക്കുമ്പോ, അച്ഛൻ അരമണിക്കൂർ മതി 4 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ. അച്ഛൻ 3:30 എഴുന്നേറ്റാ മതി. 3 മണിക്ക് അച്ഛൻ 3:30 വാതിൽ തുറക്കുമ്പോ ടേബിളിൽ അച്ഛന് കുടിക്കാനുള്ള പാലുണ്ട്, കഴിക്കാനുള്ള മുട്ടയുണ്ട്. അത് പുഴുങ്ങി വീട്ടിൽ നിന്ന് മേഴ്സി ചേച്ചി പുഴുങ്ങി കൊടുത്ത് അത് പൊളിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. 3:30 വെളുപ്പിന്. സണ്ണിച്ചേട്ടൻ ഇത് രണ്ടും കഴിച്ചിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞു വരുന്നത് കെനോസിസ്, സ്വയം പരിത്യജിക്കുക.
ഏറ്റവും ഒടുവിലത്തേത് മതി എന്ന് ആഗ്രഹിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുക. കാലിത്തൊഴുത്തിൽ പിറക്കാൻ ഈശോ തയ്യാറായതുപോലെ ഏത് കാലിത്തൊഴുത്തിലും കിടക്കാൻ തയ്യാറായ ഒരു മനുഷ്യനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ ഓർക്കുകയാണ്, ഒറീസയില് ഒരു പ്രാവശ്യം കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്ത് വെള്ളം അവിടെയുള്ള ബോർവെല്ലിന്ന് ചാമ്പി എടുക്കണമെന്ന്, എന്തെന്ന് അതിനെ പറയുന്നത്, ബോർവെല്ലിൽ നിന്ന് ഇങ്ങനെ കാണിക്കുന്നത് അടിച്ചെടുക്കണമെന്ന്. അവിടെ വേറെന്തോ വാക്ക് പറയുന്നേക്കാം. അപ്പോൾ ബോർവെല്ലിൽ നിന്ന് വെള്ളം ഇങ്ങനെ എടുക്കുന്ന, അപ്പൊ പിള്ളേര് പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോയി തരാം, ബാത്റൂമിൽ കൊണ്ടുപോയി തരാം. അണ്ണിച്ചേട്ടൻ പറഞ്ഞു എനിക്ക് വെള്ളം ബാത്റൂമിലൊന്നും കൊണ്ടുപോയി തരണ്ട, ഞാൻ ആ പൈപ്പിന്റെ, ആ ബോർവെല്ലിന്റെ ആ ചാമ്പ് പൈപ്പിന്റെ അടുത്ത് ചെന്ന് നിന്ന് അവിടെ നിന്ന് കുളിച്ചോളാം. പ്രിയപ്പെട്ടവരെ, ആത്മപരിത്യാഗമാണ്. എന്തും ത്യജിക്കാൻ തയ്യാറുള്ള ഒരു ജീവിതം നിനക്ക് ദൈവരാജ്യത്തെ പ്രതി, അപരനോടുള്ള സ്നേഹത്തെ പ്രതി നിനക്ക് നിന്റെ സമയം ത്യജിക്കാൻ പറ്റുമോ? നിന്റെ സമ്പത്ത് ത്യജിക്കാൻ പറ്റുമോ? നിന്റെ തന്നെ സുഖങ്ങൾ ത്യജിക്കാൻ പറ്റുമോ? ഈ തിരുഹൃദയമാസം അവസാനിക്കുകയാണ്. ഇന്ന് ജൂൺ മാസത്തിലെ അവസാനത്തെ വ്യാഴാഴ്ചയാണ്. നമ്മൾ ഈ മാസം മുഴുവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈശോയെ എന്റെ ഹൃദയത്തെ നിന്റെ ഹൃദയം പോലെ ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിച്ച് എത്രമാത്രം നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയം പോലെയായി തീർന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാലാമതായി 3 കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് അവസാനിപ്പിച്ചത്. അച്ഛൻ നാലാമത്തേതിലേക്ക് പ്രവേശിക്കുകയാണ്. നിരുപാധി എഴുതി വെക്കുന്നവർ എഴുതി വെക്കാം. ഈശോയുടെ തിരുഹൃദയത്തിന്റെ സവിശേഷതകളാണ് നമ്മൾ പഠിക്കുന്നത്. ആ സവിശേഷതകളിലൂടെ സണ്ണിച്ചേട്ടന്റെ ജീവിതത്തെ കൂടെ ഒന്ന് ധ്യാനിച്ചു എന്ന് മാത്രം. ഹല്ലേലൂയ. നിരുപാധികമായ സ്നേഹത്തിന്റെ ഹൃദയം, അൺകണ്ടീഷണൽ ലവ്. ഹല്ലേലൂയ. എന്താണ് നിരുപാധികമായ സ്നേഹം എന്ന് പറയുന്നത്? നമ്മളൊക്കെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന് ചില നിബന്ധനകളുണ്ട്. എന്താണ്? നീ മര്യാദക്കാണെങ്കിൽ ഞാനും മര്യാദക്ക്, അല്ലേ? മര്യാദക്കാണെങ്കിൽ, നീ വെടക്കാണെങ്കിൽ. അതല്ല നിരുപാധികമായ സ്നേഹം എന്ന് പറയുന്നത്. അപരന്റെ യോഗ്യത നോക്കാതെയുള്ള സ്നേഹമാണ്. ഒരു ബന്ധത്തിലേക്ക് തന്നെ നമ്മൾ കാലെടുത്ത് വയ്ക്കുന്നത് പല യോഗ്യതകളും നോക്കിയിട്ടാണ്, അല്ലേ? കല്യാണാലോചന നടത്തുന്നത് എങ്ങനെയാണ്? എല്ലാ യോഗ്യതയും പരിശോധിച്ചിട്ടാണ്. കുഴപ്പമില്ല. ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ പല യോഗ്യതകൾ നമ്മൾ പറയാറില്ലേ? ഒരു യോഗ്യതയാണ് അവൻ എങ്ങനെയുണ്ടടി, സ്മാർട്ടാണ്, ഇല്ലേ? നമ്മൾ പറയാറുള്ള കാര്യങ്ങളാണ്. സ്മാർട്ടാണ്, പിന്നെ എന്താണ്, സോഫ്റ്റ് ആണ്, ക്യൂട്ടാണ്, പിന്നെ ഭയങ്കര കെയറിങ് ആണ്, കൺസേൺഡ് ആണ്, പിന്നെ നല്ല എഫിഷ്യന്റ് ആണ്. അങ്ങനെ എല്ലാം കൊണ്ടും കൊള്ളാം. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ സെറ്റായി. ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നത് യോഗ്യത നോക്കിയിട്ടാണ്. യോഗ്യത നോക്കിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു. ആ സഹോദരന്റെ ഭാര്യ വിട്ടിട്ട് പോയിരിക്കും. കാരണം ഈ സഹോദരൻ ഒരു വാഹനാപകടത്തിൽ കുറച്ചു നാള് അബോധാവസ്ഥയിൽ കിടന്നു. മക്കളുണ്ട്, ഭർത്താവുണ്ട്. കുറച്ചു നാളൊക്കെ അബോധാവസ്ഥയിൽ നിന്ന് പിന്നിട്ട് വീട്ടിൽ വന്നിട്ടും കിടപ്പായിരുന്നു. ഇനി എഴുന്നേൽക്കുമോ എന്ന് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഈ ഭർത്താവിനെ ഉപേക്ഷിച്ച്, 2 മക്കളെയും ഉപേക്ഷിച്ച്, ആ അമ്മ, ആ ഭാര്യ ഉപേക്ഷിച്ചു പോയി. 2 ദിവസം മുമ്പ്. ഇപ്പൊ അവന് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ അവൻ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, ഓടി നടക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അപരന് നഷ്ടങ്ങൾ ഉണ്ടായപ്പോ, അപരന്റെ യോഗ്യത, ഒരു പെൺകുട്ടിയെ ഒരു ഭർത്താവ് ഉപേക്ഷിച്ചു. എന്ത് പറഞ്ഞാന്നറിയാവോ? നിനക്ക് കുട്ടികൾ ഉണ്ടാവില്ല. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു ഇവൾക്ക് മക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകളില്ല.
അവൻ അവളെ ഉപേക്ഷിച്ചു. അവളുടെ ദൈവാനുഗ്രഹം കൊണ്ട് അവളെ വേറൊരവത്തൻ വിവാഹം ചെയ്തു. അവൾക്കിപ്പോ കുട്ടിയുണ്ട്. ആ ഉപേക്ഷിച്ചു പോയവൻ വേറെ കല്യാണം കഴിച്ചു. അവനിപ്പോഴും കുട്ടിയില്ല. കുഴപ്പം അവൾക്കായിരുന്നു മെഡിക്കലി, ശരിയാണ്. പക്ഷെ അവളുടെ കുഴപ്പം കർത്താവ് എടുത്തു മാറ്റി. അപ്പോൾ യോഗ്യത നോക്കി സ്നേഹിക്കുന്നവരുണ്ട് ഈ ലോകത്തിൽ. ജോലി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഭർത്താവിന് വിവാഹം കഴിച്ചപ്പോൾ ജോലി ഉണ്ടായിരുന്നു, അതിനുശേഷം ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചിട്ടാണ് ഈ വിവാഹം നടത്തിയതെന്ന് പറഞ്ഞ് ലീഗലി ഡിവോഴ്സ് വാങ്ങി. അതിനുശേഷം ചെറുക്കന് ഓസ്ട്രേലിയൻ സർക്കാരിൽ ജോലി കിട്ടി. ഇപ്പൊ അവള് തിരിച്ചു വന്നിരിക്കുകയാണ്. വന്നിട്ട് ചോദിക്കാണ് വീണ്ടും കെട്ടുമെന്ന്. അപ്പൊ ഈ പയ്യൻ വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, എന്ത് ചെയ്യണോ അച്ഛന്ന് ചോദിച്ചു. അച്ഛൻ എന്ത് പറയാ? ഉപേക്ഷിച്ച് പോയതാണ്. ലീഗലി എല്ലാം കഴിഞ്ഞു, പള്ളിയിൽ നിന്നും കിട്ടി. ഇപ്പൊ അവന് വീണ്ടും ജോലി കിട്ടിക്കഴിഞ്ഞപ്പോ വീണ്ടും ക്യൂ നിൽക്കുകയാണ്. നാണമില്ലല്ലോ എന്നാണ് അച്ഛൻ ആലോചിക്കുന്നത്. മനുഷ്യനായ എന്തെങ്കിലുമൊക്കെ ഒരിത്തിരി അതെങ്കിലും വേണ്ടേ? ആദ്യം ഹല്ലേലൂയ. അച്ഛന്റെ ഈ മകൻ, ഈ പയ്യന്റെ നന്മ ആഘോഷിക്കും. അവള് തിരിച്ചു വന്നപ്പോ എന്ത് ചെയ്യണോന്ന് ചോദിക്കാൻ മാത്രം ഇത്രമാത്രം വിനയം അല്ലേ? നിങ്ങളാണെങ്കിൽ അങ്ങനെ ചോദിക്കാൻ നിൽക്കോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പോയി പണി നോക്കാൻ എപ്പോ പറഞ്ഞാ മതി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, യോഗ്യത നോക്കി സ്നേഹിക്കുന്ന മനുഷ്യരുള്ള കാലമാണ്. മനുഷ്യനെപ്പോഴും അങ്ങനെയാണ്. പക്ഷേ ഈശോ പാപികളോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുമുള്ള സമീപനം എങ്ങനെയാണ്? ആ പാപിനിയായ സ്ത്രീയെ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 11-ാമത്തെ തിരുവചനം, യോഹന്നാൻ 8:11, അവൾ ഈശോ അവളോട് ചോദിച്ചു, ആരും നിന്നെ കല്ലെറിഞ്ഞില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനി മേലിൽ പാപം ചെയ്യരുത്. എല്ലാവരും കൊല്ലണമെന്ന് പറഞ്ഞ ആ പെൺകുട്ടിയെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവളെ, ഉപേക്ഷിക്കപ്പെട്ടവളെ ഈശോ തന്റെ കരുണയുടെ ആ കരവലയത്തില് ചേർത്ത് നിർത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ എല്ലാവരും മാറ്റി നിർത്തിയ ഒരാളുണ്ടായിരുന്നു. അയാൾ പണക്കാരനായിരുന്നു. പക്ഷെ എല്ലാവർക്കും അയാളോട് ദേഷ്യമായിരുന്നു, വെറുപ്പായിരുന്നു. ഈശോ പറഞ്ഞു, ഞാൻ നിന്റെ വീട്ടില് ഇന്ന് വന്ന് ഭക്ഷണവും കഴിക്കും, താമസിക്കുകയും ചെയ്യും, അവിടെ കിടക്കുകയും ചെയ്യും. നിനക്ക് സൗകര്യം ഉണ്ടാവുന്നു. അങ്ങോട്ട് ചോദിക്കുകയാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട സഖ്യവൂസിനോട് ഈശോ പറഞ്ഞു, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ വരും. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 5-ാമത്തെ തിരുവചനം. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സഖ്യവൂസ്, വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. അതാണ് ഈശോയുടെ ഹൃദയത്തിന്റെ പ്രത്യേകതയാണ് പ്രിയപ്പെട്ടവരെ. അൺകണ്ടീഷണൽ ലവ്. അവന്റെ യോഗ്യത നോക്കിയിട്ടല്ല, അവന്റെ യോഗ്യത ഇല്ലായ്മ നോക്കിയിട്ട് അവനെ യോഗ്യതയുള്ളവനാക്കാൻ വേണ്ടി ഈശോ പറഞ്ഞു, ഞാൻ ഇന്ന് നിന്റെ വീട്ടിലേക്ക് വരികയാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഇവിടെ തൃശ്ശൂരിൽ നിന്ന് വന്ന ഒരു ബേബി ചേട്ടൻ ഇരിക്കുന്നുണ്ട്. ബേബി ചേട്ടൻ നാട്ടിൽ അറിയപ്പെടുന്നത് തന്നെ ദൈവശബ്ദം ബേബി ചേട്ടൻ എന്നാണ്. ബേബി ചേട്ടൻ 1993 മഞ്ഞിമ്മൽ CRC ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അവിടെ കൂടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, മഞ്ഞിമ്മൽ എന്ന് പറഞ്ഞ എറണാകുളം കളമശ്ശേരി അടുത്ത എന്റെ നാട്ടില് തൃശ്ശൂര് ഇതുപോലെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയില്ലല്ലോ. അവിടെ അങ്ങയെ അറിയാത്തവരാണല്ലോ. പലരും പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകാം, പക്ഷെ ഒരു കൂട്ടായ്മയില്ല. പലരും കർത്താവിനെ അറിയാതെ പലതരത്തിലുള്ള പാപത്തിന്റെ വഴികളിലൂടെ മദ്യപാനവും വഴക്കും വക്കാണവും ഒക്കെയായി, ഉണ്ടകളായി ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദേശത്ത്, ആ ദേശത്തിന് വേണ്ടി ഹൃദയമുരുകി പ്രാർത്ഥിച്ചു. 1993 കരിസ്മാറ്റിക് പ്രസ്ഥാനമൊക്കെ ഇങ്ങനെ പച്ചപിടിച്ചു വരുന്ന കാലം.
അച്ഛൻ പിടിച്ച് അത്യാവശ്യം നന്നായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലമാണ്. പക്ഷെ അന്ന് തൃശ്ശൂര് ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയില്ല, ഒരു കരിസ്മാറ്റിക് പ്രാർത്ഥനാ കേന്ദ്രമില്ല, ഒരു ധ്യാന കേന്ദ്രമില്ല. പ്രിയപ്പെട്ടവരെ, അന്ന് അവിടെ വെച്ച് ഒരു സന്ദേശം കിട്ടി. തൃശ്ശൂർ മാർക്കറ്റിൽ നീ ഒരു കൂട്ടായ്മ തുടങ്ങുക. മാർക്കറ്റിലുള്ളവർക്ക്, നിങ്ങൾക്കറിയാം, മാർക്കറ്റിലുള്ളവർക്ക് ഈ കട തുറക്കുമ്പോ പിതാവിനും പുത്രനും വെക്കാൻ തന്നെ സമയമില്ല, അല്ലേ? എങ്ങനെയെങ്കിലും ഇത് തുറക്കണം, എങ്ങനെയെങ്കിലും പരമാവധി വിൽക്കണം, എങ്ങനെയെങ്കിലും പരമാവധി കാര്യങ്ങൾ നടത്തണം, തിരക്കാണ്. അങ്ങനെയുള്ളവരുടെ ഇടക്കലേക്ക് വേവിച്ചേട്ടൻ ചെല്ലുകയാണ്. വേവിച്ചേട്ടൻ ചെന്നിട്ട് അവരോട് പറഞ്ഞു, നമുക്കൊരു പ്രാർത്ഥനാ കൂട്ടായ്മ വേണം. വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാത്തവരാ, പള്ളിയിൽ പോവാത്തവർ, ഞായറാഴ്ച കുർബാനക്ക് പോലും പോവാത്തവരോട് പറയാണ് നമുക്ക് പ്രാർത്ഥനാ കൂട്ടായ്മ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ആദ്യം ഒരാൾ ചേർന്നു, രണ്ടാള് ചേർന്നു, മൂന്നാള് ചേർന്നു, അങ്ങനെ അനേകം മക്കൾ ഒരുമിച്ച് കൂടി. അന്ന് ആ വർഷം മുതൽ ഇപ്പോ 32 വർഷം കൺവെൻഷൻ. കഴിഞ്ഞ വർഷത്തെ 2025 കൺവെൻഷൻ 32ാമത്തെ കൺവെൻഷനാണ്. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ കൺവെൻഷനാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഈ വരുന്ന വർഷം 33ാമത്തെ കൺവെൻഷൻ നടത്താൻ പോവാണ്. ഈ 33 വർഷം എങ്ങനെയാണ് അത് നടത്തിയെന്നറിയാവോ? ആദ്യത്തെ വർഷത്തെ കൺവെൻഷൻ കഴിഞ്ഞപ്പോ കുറച്ച് പൈസ ബാക്കി, ഒരു 50,000 അടുത്ത് കുറച്ച് പൈസ ബാക്കി. 93 അല്ലേ, 50,000 രൂപ ബാക്കി. എന്ത് ചെയ്യണം? അവര് കൂട്ടായ്മയിൽ ചിന്തിച്ചു, നമുക്ക് ഇത് ഡെപ്പോസിറ്റ് ചെയ്യാം. ഒരാൾ പറഞ്ഞു, അടുത്ത വർഷം കൺവെൻഷന് വേണ്ടി തെണ്ടിത്തിരിഞ്ഞ് നടക്കേണ്ടി വരില്ല, കുറച്ച് കാശ് കയ്യിലുണ്ടാവില്ലേ, നമ്മൾ എപ്പോഴും അടുത്ത കൊല്ലത്തേക്ക് കാണണ്ടേ, അപ്പൊ ഇത് സൂക്ഷിച്ചു വെക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോ അവർക്കൊരു സന്ദേശം കിട്ടി, സൂക്ഷിച്ചൊന്നും വെക്കണ്ട, ആ പൈസ കൊണ്ട് ആരുടെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുക്കും. അങ്ങനെ അക്കൗണ്ട് കാലിയാക്കുക. ഇതെന്തു ബുദ്ധി? അങ്ങനെയുണ്ടോ ബുദ്ധി? നമ്മളുടെ ബുദ്ധിയൊക്കെ എങ്ങനെയാണ്? ഇപ്പൊ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സൂക്ഷിച്ചു വെക്കണം, അടുത്ത കൊല്ലം വിഷമിക്കേണ്ടവരെടുത്ത്. ഹല്ലേലൂയ. അങ്ങനെ ചെയ്തില്ല, അത് അങ്ങനെ തന്നെ ചെയ്തു. പിന്നത്തെ വർഷം അങ്ങനെ ചെയ്തു. ഇങ്ങനെ ഈ 32 വർഷവും കൺവെൻഷൻ നടത്തി. അതിൽ കടമുണ്ടാക്കിയെന്നല്ല, അതിൽ ബാക്കി വന്നത് മുഴുവനും കൊണ്ട് 281 പേരുടെ 281 പേരുടെ വിവാഹത്തിന്റെ ചെലവ് ഇവര് വഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവരന്റെ യോഗ്യതയല്ല, യോഗ്യതകളില്ലാതെ, യോഗ്യത നോക്കിയിട്ടല്ല സ്നേഹം, ആർക്കാണ് ആവശ്യമെന്ന് നോക്കി സ്നേഹിക്കുകയാണ്. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ഒരുവനോട് പറഞ്ഞു, ഇന്ന് നീ എന്റെ കൂടെ പറുദീസയിലായിരിക്കും. എന്തെങ്കിലും യോഗ്യത നോക്കിയിട്ടാണോ അവനെ സ്നേഹിച്ചത്? അല്ല. ഇന്ന് ഞാൻ പോകുമ്പോ നീ വേണം കൂടെ വരാൻ. ആരോട് പറയാണ്? കള്ളനോട് പറയും. ഇതിനെയാണ് ഈ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. ഈശോ പഠിപ്പിച്ച ഉദാഹരണങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. ധൂർത്തപുത്രന്റെ ഉപമ യോഗ്യത നോക്കിയല്ലാതെയുള്ള സ്നേഹമാണ്. ഈശോ പഠിപ്പിച്ചു, ശത്രുക്കളെ സ്നേഹിക്കുക, യോഗ്യത നോക്കിയിട്ടല്ല. അവന്റെ യോഗ്യത എന്ന് പറയുന്നത് അവൻ നിന്നെ വെറുക്കുന്നു എന്നതാണ് അവന്റെ യോഗ്യത. അപരൻ നിന്നെ വെറുക്കുന്നു, ആ യോഗ്യത നോക്കി നീ അപരനെ സ്നേഹിക്കുക. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-ാമത്തെ തിരുവചനമാണ്. മത്തായി 5:44. ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറയാം, ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് പ്രിയപ്പെട്ടവരെ കുരിശിലെ അപരമമായ സ്നേഹം എന്ന് പറയുന്നത്. ഈശോയുടെ തിരുഹൃദയം അങ്ങനെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഹൃദയമാണ്. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 34-ാമത്തെ തിരുവചനം. ലൂക്കായുടെ സുവിശേഷം 23:34. എന്താണത്? യേശു പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന്
അവർ അറിയുന്നില്ല. വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറയാം, പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. നമുക്കെതിരെ നമ്മെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? അവരെ തിരുരക്തം കൊണ്ട് കഴുകണമേ എന്നല്ല, ആ ചെളിവെള്ളത്തിലിട്ട് മുക്കണമേ, ശ്വാസം കിട്ടാതെ കൊല്ലണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, പിതാവേ അവരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, പക്ഷേ നീ ക്ഷമിക്കരുത്. ഞാൻ അവരെ വെറുതെ വിട്ടിരിക്കുന്നു. നമ്മൾ അവരോട് പറയും, ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു, പക്ഷെ ദൈവം ഉണ്ടല്ലോ നിന്നോട് ചോദിച്ചോളൂ. നമ്മുടെ കൊട്ടേഷൻ നമ്മൾ ദൈവത്തിന് കൊടുത്തിരിക്കുകയാണ്. കൊട്ടേഷൻ കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, നമുക്ക് പറ്റാത്തത് വേറൊരാൾക്ക് കൊടുക്കും, എന്നിട്ട് പറയും കാശ് തന്നാക്കാന്ന് പറയും. കൊട്ടേഷൻ കൊടുത്ത് ജയിപ്പിക്കും. അപ്പൊ അങ്ങനെ നമ്മളെ വെറുക്കുന്നവരോട് നമ്മൾ പറയും, ഞാൻ നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു. ദൈവം ചോദിക്കും, ഞാൻ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. എന്താണ് കൊട്ടേഷൻ കൊടുത്തത്? 2 തിരി കത്തിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഒരു പ്രത്യേകത കൂടെ പറഞ്ഞച്ചൻ അവസാനിപ്പിക്കുകയാണ്. ഈശോയുടെ തിരുഹൃദയം പാപപരിഹാരം ചെയ്യുന്ന ഹൃദയമാണ്. എന്താണ്? ഈശോയുടെ തിരുഹൃദയം പാപപരിഹാരം ചെയ്യുന്ന ഹൃദയമാണ്. നമുക്കറിയാം, ഈശോയ്ക്ക് വേണ്ടി ഈശോ പാപപരിഹാരം ചെയ്യേണ്ടതില്ല, കാരണം ഈശോയിൽ പാപമില്ല. ഈശോ പരിഹാരം ചെയ്തത് മുഴുവൻ ആരുടെ പാപത്തിന് പരിഹാരമായിട്ടാണ്? അപരന്റെ പാപത്തിന് പരിഹാരമായി ഈശോ പാപപരിഹാരം ചെയ്തു. ഇനി നമ്മുടെ ഹൃദയവും എങ്ങനെയുള്ള ഹൃദയമാകണം? പാപപരിഹാരം ചെയ്യുന്ന ഹൃദയമാകണം. നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഈശോയെ എന്റെ ഹൃദയത്തെ നിന്റെ ഹൃദയം പോലെ ആക്കണമെന്നല്ലേ? അപ്പൊ ഈശോയുടെ ഹൃദയം പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്ന ഹൃദയമാണ്. നമുക്കറിയാം, ഈശോയുടെ തിരുഹൃദയത്തിൽ ഉള്ള ചില അടയാളങ്ങൾ എന്തൊക്കെയാണ്? ഈശോയുടെ തിരുഹൃദയത്തിൽ ചില അടയാളങ്ങളില്ലേ? എന്തൊക്കെയാണത്? മുള്ളുകളുടെ കിരീടം. ഈശോ തന്റെ തിരുഹൃദയം 1673 ഡിസംബർ മാസം 27-ാം തീയതി മാർഗരറ്റ് മേരി അലക്കോക്കിന് തന്റെ ഹൃദയം കാണിച്ചു കൊടുത്തപ്പോൾ ആ ഹൃദയം മുള്ളുകളുടെ കിരീടമുള്ള ഒരു ഹൃദയമാണ്. നമ്മളൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്ന കിരീടം ഏത് കിരീടമാണ്? റോസപ്പൂവിന്റെ കിരീടമാണ്. ആണോ? അതിൽ നിന്ന് മുള്ളു മുറിച്ച് കളയണം. അല്ലെങ്കിൽ ഇല്ലേ, പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു സാധനം വെക്കുമായിരുന്നല്ലോ കല്യാണത്തിനൊക്കെ. അച്ഛന്റെ അമ്മച്ചിയുടെ കല്യാണ ഫോട്ടോയിലുണ്ടത്. ഇപ്പൊ അത് കാണുന്നില്ല. നെക്ലസ് എന്ന് പറയുന്നത് കഴുത്തിലിടുന്നത്. തലയിൽ ഇങ്ങനെ വെക്കുന്നതിന് എന്താ പറയുന്നത്? ക്രൗൺ. അത്ര ഉള്ള ക്രൗൺ വെക്കുകയാണ്. എങ്ങനെയുള്ള, എന്തുകൊണ്ടാണ് ക്രൗൺ വെക്കുന്നത്? ഇപ്പോഴും ക്രൗൺ വെക്കുന്നുണ്ട്. അത് വാടകയ്ക്ക് എടുത്തിട്ട് വെക്കുന്നതാണ്. കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കണം. മേക്കപ്പ് മാന് തിരിച്ചു കൊടുക്കണം, അല്ലേ? എല്ലാവരും മനസ്സിലായല്ലോ അല്ലെ? തലയിൽ വെച്ചെന്നാണ് ആരും അപ്പൊ തന്നെ ചിന്തിച്ചോളണം. ഇത് ആരെങ്കിലും തലയിൽ ക്രൗൺ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എന്ത് ചിന്തിച്ചോളണം? വാടകയ്ക്ക് എടുത്താക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത്, ഈശോയുടെ തിരുഹൃദയത്തിന്റെ കിരീടം ഏത് കിരീടമാണ്? മുള്ളുകളുടെ കിരീടമാണ്. എന്തിനാണ് ഈശോ തന്റെ ഹൃദയത്തിൽ മുള്ളുകളുടെ കിരീടം വെച്ചിരിക്കുന്നത്? മനുഷ്യന്റെ പാപങ്ങൾ. മാർഗരറ്റ് മേരി അലക്കോക്കിനോട് ഈശോ പറഞ്ഞു, മനുഷ്യന്റെ പാപങ്ങൾ എന്റെ ഹൃദയത്തെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്ന് നിന്നെയും മനുഷ്യകുലത്തെയും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ മുള്ളുകളുടെ കിരീടം വെച്ചിരിക്കുന്നതെന്ന്. ഹല്ലേലൂയ.
ഈശോയുടെ തിരുഹൃദയത്തിൽ മുള്ളുകളുടെ കിരീടമുള്ളത് എന്തിനാണ്? ഈ മനുഷ്യന്റെ പാപങ്ങൾ ഈശോയുടെ ഹൃദയത്തെ എത്രമാത്രം വേദനിപ്പിക്കുന്നു. നമ്മൾ തല്ലുപിടിക്കുന്നത്, നമ്മൾ വഴക്കുകൂടുന്നത്, നമ്മൾ ജഡികമായ അഭിലാഷങ്ങളുടെ പിറകെ പോകുന്നത്, നമ്മൾ കൽപ്പനകൾ ലംഘിക്കുന്നത്, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്, തിന്മകൾ പ്രവർത്തിക്കുന്നത്, പ്രാർത്ഥിക്കാൻ കർത്താവിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുന്നതൊക്കെ ആയിട്ടുള്ള പാപങ്ങള് ഈശോയുടെ ഹൃദയത്തെ എത്രമാത്രം വേദനിപ്പിക്കുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കാനാണ് പ്രിയപ്പെട്ടവരെ ഈശോയുടെ തിരുഹൃദയത്തിൽ ആ മുള്ളുകളുടെ കിരീടമുള്ളത്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഫോട്ടോയുണ്ട്. ഈശോയുടെ തിരുഹൃദയ ഫോട്ടോ ഉള്ളവരൊക്കെ ഒന്ന് കൈവക്കിയേ. എല്ലാവരുടെയും വീട്ടിലുണ്ട്. ആ തിരുഹൃദയത്തിൽ ഈ മുള്ളിന്റെ കിരീടമുള്ളത് ശ്രദ്ധിക്കാൻ മറക്കരുത്. നമ്മൾ ആ തിരുഹൃദയത്തിൽ തൊട്ടുമുത്തുന്നതാണ്. പക്ഷെ നമ്മൾ തൊട്ടുമുത്തുമ്പോ ആ മുള്ള് നമ്മുടെ കയ്യിൽ സ്പർശിക്കാത്തത് കൊണ്ട് നമുക്ക് വേദന എടുക്കുന്നില്ല. മുള്ള് നമ്മുടെ കയ്യിൽ മുട്ടുമ്പോഴേ നമ്മൾ അതിന്റെ വേദന അറിയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ ഹൃദയം നമുക്ക് വേണ്ടി പാപപരിഹാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. രണ്ടാമതായി ഈശോയുടെ ഹൃദയത്തിൽ എന്തുണ്ട്? കുരിശുണ്ട്, തീജ്വാലയുണ്ട്. തീജ്വാലയിൽ നിന്നൊരു കുരിശ് പൊന്തി നിൽക്കുകയാണ്. തീജ്വാലയിൽ നട്ടുവച്ചിരിക്കുന്ന ഒരു കുരിശിനെ കാണുന്നില്ലേ? ഉണ്ടോ? ഉണ്ട്. അതെന്തിന്റെ പ്രതീകമാണ്? മനുഷ്യനോടുള്ള അടങ്ങാത്ത സ്നേഹത്താൽ കത്തിയെരിയുന്ന അവസ്ഥയുടെ പ്രതീകമാണ്. ഈശോയുടെ ഹൃദയം നമ്മളോടുള്ള സ്നേഹത്താൽ കത്തിയെരിയുകയാണ്. അതാണ് ആ തീ. ഈശോയുടെ തിരുഹൃദയത്തിൽ തീ കാണുകയാണ്. നമുക്ക് തീ കണ്ടാലും കൊള്ളാം, വെള്ളം കണ്ടാലും കൊള്ളാം, നമ്മളൊന്നും ബാധിക്കുന്നില്ല. ഈ തീ എന്ന് പറയുന്നത് എന്നോടുള്ള സ്നേഹത്തിൽ, അടങ്ങാത്ത സ്നേഹത്താൽ കത്തിയെരിയുന്ന ഒരു ഹൃദയത്തിന്റെ പ്രതീകമാണ്. പ്രിയപ്പെട്ടവരെ, ആ തീയിൽ നട്ടുവെച്ചിരിക്കുന്ന, കുത്തി നിർത്തിയിരിക്കുന്ന കുരിശോ, അത് സ്നേഹത്തിനായി സഹിച്ച കുരിശാണ്. പാപത്താൽ മരിച്ച മനുഷ്യന് ജീവൻ നൽകാൻ വേണ്ടി ഈശോയുടെ കുരിശ് കാണുമ്പോഴൊക്കെ നമ്മൾ ഇത് ഓർക്കണം. ഞാൻ പാപത്താൽ മരിച്ച ഒരു മനുഷ്യനാണ്. പാപത്തിൽ മരിച്ച മനുഷ്യനായ എനിക്ക് ജീവൻ തരാൻ വേണ്ടി ഈശോ സ്വയം തന്റെ ജീവൻ ഹോമിക്കുകയാണ്. അതാണ് കുരിശ്. അപരന് ജീവൻ ഉണ്ടാകാൻ വേണ്ടി ഞാൻ മരിക്കുകയാണെന്ന് പറയുന്നതിന്റെ യാഥാർത്ഥ്യമാണ് കുരിശ്. അപരന് നന്മയുണ്ടാകണം, ഞാൻ മരിച്ചോളാം. അപരൻ ജീവിക്കണം, ഞാൻ മരിച്ചുകൊള്ളാം എന്നാണ് ഓരോ കുരിശും നമ്മോട് പറയുന്നത്. നമ്മൾ കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന കുരിശും അത് തന്നെയാണ് പറയുന്നത്. ഈശോ നമ്മളോട് പറഞ്ഞു, നീ മരിക്കണ്ട, ഞാൻ മരിച്ചോളാം. അതുകൊണ്ടാണ് ഈ കുരിശ് സ്നേഹത്തിന്റെ പ്രതീകമാകുന്നത്. നമ്മൾ അപരനോട് പറയുന്നത് എന്താണ്? നീ മരിച്ചാലും കൊള്ളാം, എനിക്കൊന്നുമില്ല. നീ മരിക്ക, നീ ചാവേ, ജീവിക്ക, എന്തെങ്കിലും ഇനി ഞാനിപ്പോ എന്ത് വേണം? അതിന് ഞാനിപ്പോ എന്ത് വേണം? ഒരു കുടുംബത്തിൽ വഴക്കുണ്ടായി. അടുത്ത സംഭവമാണ്. മകനെയും മരുമകളെയും രണ്ട് മക്കളെയും കൂടെ ഇറക്കി വിട്ടിരിക്കുകയാണ്. പോലീസുകാർ വന്നപ്പോ അമ്മ പറഞ്ഞു, ഇന്ന് തന്നെ, ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറക്കിക്കോളാം. അവസാനം പോലീസുകാര് വാടക വീട് കണ്ടുപിടിച്ചിട്ടാണ് ഇവരെ കൊണ്ടുപോയി അവിടെ ആക്കിയത്. അധികം ദൂരത്തുള്ള കഥയൊന്നുമല്ല, അടുത്ത് തന്നെയുള്ള കഥയാണ്. അപ്പോൾ
ഈശോയുടെ ഹൃദയം എരിയുകയാണ്. കുരിശുണ്ട്, തീജ്വാലയുണ്ട്. തീജ്വാലയും കുരിശും തിരുഹൃദയത്തിൽ കാണണം. കാരണം അവന്റെ ഹൃദയം എന്റെ പാപങ്ങൾക്കുള്ള പരിഹാര ബലിയാണ്. മൂന്നാമതായ കുരിശിൽ ആ ഹൃദയത്തിൽ ഒരു പ്രത്യേകത ഇതാണ്. എന്താണ് ആ ഹൃദയത്തിന്റെ പ്രത്യേകത? പിളർക്കപ്പെട്ട ഹൃദയമാണ്. കുത്തിപ്പിളർക്കപ്പെട്ട ഹൃദയമാണ്. പ്രിയപ്പെട്ടവരെ, സക്രിയായുടെ പ്രവചനം 12-ാം അധ്യായം 10-ാമത്തെ തിരുവചനം: ഞാൻ ദാവീദ് ഭവനത്തിന്റെയും ജെറൂസലേം നിവാസികളുടെയും മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. അപ്പോൾ തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്ന പോലെ അവർ കരയും. ആദ്യജാതനെ പ്രതി എന്ന പോലെ ദുഃഖത്തോടെ വിലപിക്കും. നമ്മുടെ പാപങ്ങളാണ് ഈശോയുടെ ഹൃദയത്തെ കുത്തിമുറിവേൽപ്പിച്ചത്. ഉച്ചത്തിൽ വിളിച്ച് ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന രക്തവും ജലവുമാണ് നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഈശോ മാർഗ്രറ്റ് മേരി അലക്കോക്കിനോട് ഇങ്ങനെ പറഞ്ഞു: മനുഷ്യരെ ഇത്രയധികം സ്നേഹിച്ചിട്ടും, ശ്രദ്ധിക്കണേ, ഈശോയുടെ ഒരു വിലാപമാണ്. മനുഷ്യരെ ഇത്രയധികം സ്നേഹിച്ചിട്ടും, അവർക്ക് വേണ്ടി എല്ലാം വെറുത്തുപേക്ഷിച്ചിട്ടും എനിക്ക് തിരികെ ലഭിക്കുന്നത് നന്ദികേടും അവഗണനയുമാണ്. ഒന്ന് പറഞ്ഞേ: മനുഷ്യരെ ഇത്രയധികം സ്നേഹിച്ചിട്ടും അവർക്ക് വേണ്ടി എല്ലാം വെറുത്തുപേക്ഷിച്ചിട്ടും എനിക്ക് തിരികെ ലഭിക്കുന്നത് നന്ദികേടും അവഗണനയുമാണ്. പ്രിയപ്പെട്ടവരെ, ചില നേരങ്ങളിൽ നമ്മൾ ഇങ്ങനെ വിലപിക്കാറുണ്ട്: അവർക്കൊക്കെ ഇതൊക്കെ ചെയ്തു കൊടുത്തിട്ട് എനിക്ക് കിട്ടിയത് ഇതാണല്ലോ, അതൊന്നും ചെയ്യേണ്ടിയില്ലായിരുന്നു, അങ്ങനെയൊന്നും ചെയ്തു കൊടുക്കേണ്ടിയില്ലായിരുന്നു. ഏത് നേരത്താണോ അവർക്കൊക്കെ ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ എനിക്ക് തോന്നിയത്? വെറുതെ ആയിപ്പോയി അല്ലേ? അപ്പൊ നമുക്കും എന്ത് കിട്ടി? നന്ദികേടും അവഗണനയും കിട്ടി. ഓക്കെ, ശരി. നമ്മൾ കർത്താവിനോട് കാണിക്കുന്ന നന്ദികേടോ? നമുക്ക് കിട്ടിയ നന്ദികേട്, അവഗണന, ഓക്കെ, ശരി, സമ്മതിച്ചു. പക്ഷെ നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന നന്ദികേടും അവഗണനയും, പ്രിയപ്പെട്ടവരെ, എത്രയോ എത്രയോ വലുതാണ്. മറ്റുള്ളവര് നമ്മളോട് കാണിച്ച നന്ദികേട്, അവഗണന നമ്മൾ ദൈവത്തോട് കാണിച്ച നന്ദികേടും അവഗണനയുമായി തുലനം ചെയ്യുമ്പോ ഒന്നുമല്ലെന്നേ, ഒന്നുമല്ല. അച്ഛന് ചില നേരത്ത് തോന്നാറുണ്ട്, പിള്ളേരൊക്കെ ഇങ്ങനെ ചില നേരത്ത് വിദേശത്തൊക്കെ പോയി പിന്നെ തിരിച്ചു വരുമ്പോ വരില്ല, ഒരു നന്ദി ഇല്ലാത്തവര് അല്ലേ? അല്ലെങ്കിൽ രോഗം മാറി പിന്നെ പള്ളിയിൽ വരുന്നില്ല. വലിയ അസുഖം ഉണ്ടായിരുന്നാണ്, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതാണ്. ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചപ്പോ മുഴ മാറി. പിന്നെ ഡോക്ടറെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോ മുഴ ഒന്നും ഇല്ല, അപ്പൊ രോഗമൊക്കെ മാറി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് നന്ദിയൊക്കെ പറഞ്ഞു പോയി. പിന്നെ വ്യാഴാഴ്ച കാണാനില്ല. ഒരു നന്ദി ഇല്ലാത്തവർ വിചാരിക്കില്ലേ? വിചാരിക്കോ? പക്ഷേ നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി ദൈവത്തോട് കാണിക്കുന്ന നന്ദികേടും അവഗണനയ്ക്കുമായി തുലനം ചെയ്യുമ്പോ മനുഷ്യര് നമ്മളോട് കാണിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, ഒന്നുമല്ലെന്ന്. നമുക്ക് കൊടുക്കാനുള്ള കടം 10,000 താലന്താണ്. നമ്മുടെ കടം 10,000 താലന്താണ്. നമുക്ക് കിട്ടാനുള്ളത് 100 ദിനാറയാണ്. അത്ര ഉള്ളൂ. അപ്പോൾ ആ പാപപരിഹാര ബലിയായി മാറിയ ഈശോയെ നമ്മൾ എങ്ങനെ ആശ്വസിപ്പിക്കും? അത് നമ്മൾ അടുത്ത ആഴ്ച പറയും. ഈശോ നമുക്ക് വേണ്ടി ഇങ്ങനെ സഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാ പോരല്ലോ. ഈശോയുടെ ഹൃദയത്തെ എങ്ങനെ ആശ്വസിപ്പിക്കാമെന്നറിയണ്ടേ? വേണോ? അത് നമ്മൾ അടുത്ത ആഴ്ച ധ്യാനിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈശോ നമ്മോട് പ്രധാനമായിട്ടും സംസാരിച്ചത്, ഈശോ തന്റെ ഹൃദയത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ചത് സണ്ണിച്ചേട്ടന്റെ ജീവിതത്തിലൂടെയാണ്. അത് നമ്മൾ മുഴുവനായിട്ടൊന്നും അത് കവർ ചെയ്യാനൊന്നും പറ്റില്ല. കാരണം ഓരോ ദിവസവും ഓരോ സംഭവമാണ്. ഏത് സംഭവം പറയണം,
ഏതുദാഹരണം പറയണം, ഏത് ഉപമ വ്യാഖ്യാനിക്കണം എന്നൊക്കെ സംശയമാണ്. കാരണം നോഹയെ കുറിച്ച് വചനം പറഞ്ഞു, നോഹ തന്റെ കാലഘട്ടത്തിലെ കറയറ്റ മനുഷ്യനായിരുന്നു. ആരും ദൈവത്തെ അന്വേഷിക്കാത്ത ഒരു കാലഘട്ടത്തിലും നോഹ ദൈവത്തെ അന്വേഷിച്ചവനായിരുന്നു. എന്റെ ചേട്ടൻ പറഞ്ഞ കഥകളിലൊന്ന് ഇങ്ങനെയാണ്. മണല് വാരാൻ പോകുന്ന കൂട്ടത്തില് എല്ലാവരും മണല് വാരാൻ, ഏറ്റവും ആദ്യം മണല് വാരാനായിട്ട് വണ്ടി കൊണ്ടുവന്ന് വെക്കുന്നവനാണ് ഏറ്റവും കൂടുതൽ ട്രിപ്പ് അടിക്കാൻ കഴിയുന്നത് എന്നാണ് നമ്മുടെ ഒരു ധാരണ. പക്ഷെ സണ്ണിച്ചേട്ടൻ പറയും, ഞാൻ കുർബാനക്കൊക്കെ പോയി, കുർബാന സ്വീകരണമൊക്കെ കഴിഞ്ഞ് പതുക്കെ പതുക്കെ വരുന്ന്, പതുക്കെ പതുക്കെ വണ്ടി വെച്ച് അവസാനം വൈകുന്നേരത്തെ കണക്കെടുക്കുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ട്രിപ്പ് അടിച്ചത് ഞാനായിരിക്കും. കൈയടിച്ച് കർത്താവിന്. അതായത് കൂട്ടുകാരൊന്നും കാലത്ത് തന്നെ വെളുപ്പിന് പള്ളിയിൽ പോവാനായിട്ട് കർത്താവിനെ അന്വേഷിക്കാത്ത കാലത്തും സണ്ണിച്ചേട്ടൻ കർത്താവിനെ അന്വേഷിച്ചിരുന്നു. നോഹയുടെ ഒരു പ്രത്യേകതയാണ്, തന്റെ കാലഘട്ടത്തിൽ എല്ലാവരും വഴിപിഴച്ചു പോയപ്പോഴും വഴിപിഴയ്ക്കാതെ പോയൊരു മനുഷ്യനുണ്ടായിരുന്നു. മോശയെ കുറിച്ച് വചനം പറഞ്ഞു, ഭൂമുഖത്ത് ജീവിച്ചിരുന്ന മനുഷ്യരിൽ മോശയെ പോലെ സൗമ്യനായി ശാന്തനായി ഉണ്ടായിരുന്നില്ല. സണ്ണിച്ചേട്ടൻ അങ്ങനെ മോശയെ പോലെ സൗമ്യനായി ശാന്തനായി കർത്താവിനോട് മുഖാമുഖം ഒരു സുഹൃത്തിനോട് എന്നതുപോലെ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു. കാലത്ത് 5 മണി മുതൽ രാത്രി 9 മണി വരെ ഭക്ഷണം കഴിക്കാനുള്ള 10 മിനിറ്റിന്റെ ഗ്യാപ്പ് മാത്രം മാറ്റി വെച്ചിട്ട് ഞങ്ങൾ മുഴുവൻ നേരവും ഒരു 3 മാസക്കാലം കോവിഡിന്റെ സമയത്ത് പള്ളിയിൽ തന്നെ ഇരുന്നിട്ടുണ്ട്. എത്ര പള്ളിയിൽ ഇരുന്നാലും മടുപ്പില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു മോശ. 40 ദിവസം മലമുകളിൽ കർത്താവിനെ മുഖാമുഖം കണ്ടുകൊണ്ടിരുന്നത് പോലെ. ഹല്ലേലൂയ. ദാവീദിനെ കുറിച്ച് വചനം പറയുന്നത് ഇതാണ്, അവൻ കർത്താവിന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, അച്ഛനും സണ്ണിച്ചേട്ടനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്താനുള്ളത്, സണ്ണിച്ചേട്ടൻ കർത്താവിന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനായിരുന്നു. നമുക്കും കർത്താവിന്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യരായി തീരാം. എപ്പോഴും പാട്ട് നടന്നിരുന്ന, പറ്റുമ്പോഴൊക്കെ പ്രാർത്ഥന ഇല്ലാത്തപ്പോഴൊക്കെ മൂളിപ്പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കും. സണ്ണിച്ചേട്ടന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഒരു പാട്ടാണ് ഇന്ന് ആദ്യം നമ്മുടെ സുപ്പീർ അച്ഛൻ വചന ശുശ്രൂഷ നടത്തിയപ്പോൾ പാടിയത്. യേശുവിന്റെ സ്നേഹം എന്നെ വിളിക്കുന്നു തന്റെ മാറിൽ ചാഞ്ഞുറങ്ങുവാൻ, തന്റെ ക്രൂശിൽ ചേർന്ന് നിൽക്കുവാൻ. അച്ഛൻ 2017 ഇവിടെ ശുശ്രൂഷ ആരംഭിക്കുമ്പോ അച്ഛന്റെ കയ്യിൽ അധികം പാട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ശുശ്രൂഷയ്ക്ക് പാടാൻ പറ്റിയ പാട്ടുകൾ 1-2 പാട്ടുകൾ ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ അന്ന് പാടി തുടങ്ങിയ പാട്ടാണ്. അന്ന് ഈ 10 കൊല്ലം കഴിയുമ്പോഴും സണ്ണിച്ചേട്ടന്റെ നാവിൽ നിന്ന് പോകാതെ എപ്പോഴും യേശുവിന്റെ സ്നേഹം എന്നെ വിളിക്കുന്നു തന്റെ മാറിൽ. നമുക്ക് ഒത്തിരിയേറെ പുതിയ പാട്ടുകൾ കിട്ടിയെങ്കിലും അച്ഛന്റെ നാവിൽ നിന്ന് തന്നെ അച്ഛൻ വല്ലപ്പോഴും, അച്ഛൻ ആ പാട്ട് ഇപ്പൊ പാടാറില്ല, പക്ഷെ സണ്ണിച്ചേട്ടന്റെ നാവിൽ നിന്ന് ആ പാട്ട് മായാതെ നിന്നിട്ടുണ്ടായിരുന്നു. യേശുവിന്റെ സ്നേഹം എന്നെ വിളിക്കുന്നു തന്റെ മാറിൽ ചാഞ്ഞുറങ്ങുവാൻ, തന്റെ ക്രൂശിൽ ചേർന്ന് നിൽക്കുവാൻ. ഈശോയുടെ ക്രൂശിൽ ചേർന്ന് നിന്ന് ഈശോയുടെ തിരുമാറിൽ ചാഞ്ഞു കിടക്കുവാൻ യാത്രയായ സണ്ണിച്ചേട്ടന് നമുക്ക് യാത്രാ മംഗളങ്ങൾ നേരാം. കണ്ണുകളടക്കണം.